സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുക. സൗന്ദര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ബാഹ്യവും ആന്തരവുമായ സൗന്ദര്യമാണ്. എന്ന് പറഞ്ഞാൽ ആകെ നബി തങ്ങളുടെ സൗന്ദര്യത്തെയാണ്. ആരാണ് നബി തങ്ങൾ എന്ന് ചോദിച്ചാൽ ആയിഷ ബീവി പറയും വിശുദ്ധ ഖുർആനാണ് എന്ന്. അപ്പൊ എന്താണ് നബി തങ്ങളുടെ സൗന്ദര്യം എന്നതിന്റെ ആകെയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്. നബി തങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ്. നബി തങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ്. നബി തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമായ അള്ളാഹുവിന്റെ വിശ്വാസി സമൂഹത്തിന് ആകമാനമുള്ള ഒരു മഹാപുസ്തകം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക സാധ്യമാണോ? ഞാൻ ആമുഖമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. നബിതങ്ങളോടുള്ള ഇഷ്ടം നമ്മളിൽ വർദ്ധിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യമാണ്. നബിതങ്ങളോടുള്ള ഇഷ്ടം എങ്ങനെയാണ് വർദ്ധിക്കുക എന്ന് ചോദിച്ചാൽ നബിതങ്ങളെ നമ്മൾ അറിയാൻ വേണ്ടി ആവുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. നമുക്കൊരു വിശേഷപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുണ്ട്. അത് ആരിൽ നിന്നാണ് കേട്ടത്? ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്ന്, അല്ലെങ്കിൽ പലപ്പോഴായി ഉണ്ടായ മറ്റു പല വിവരണങ്ങളിൽ നിന്ന്. കാശ്മീർ ഏറ്റവും മനോഹരമായ ഒരു നാടാണ് എന്ന് നമ്മൾ അറിയും. അതറിയുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാകും. നിങ്ങൾ അനുഭവിച്ചിട്ടല്ല, അനുഭവിച്ച ഒരാൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തോട്, ഒരു വസ്തുവിനോട് ഒക്കെ ഇഷ്ടമുണ്ടാവും. അറിയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കാശ്മീരും നമ്മുടെ പിന്നെ കാസർഗോഡും ഒക്കെ ഒരേപോലെയാണ്. അറിയുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഒരു മാത്രം അവിടെ ചെന്ന് ഒരൊറ്റ സന്ദർശനം കൊണ്ട് നിങ്ങൾക്ക് ആ പ്രദേശത്തിനോടുള്ള ഇഷ്ടം അവസാനിച്ചേക്കാം, അത്രയേ ഉണ്ടാവുകയുള്ളൂ. അല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ തവണ പിന്നെയും പിന്നെയും പോവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് അതിന്റെ സൗന്ദര്യം നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നബിതങ്ങളെ കൂടുതൽ അനുഭവിക്കുമ്പോഴാണ്. നബിതങ്ങളെ കൂടുതൽ അനുഭവിച്ചവർ ആരാണ്? നബിതങ്ങളെ കൂടുതൽ അനുഭവിച്ചവർ നബിതങ്ങളുടെ സമകാലികരാണ്. വിശ്വാസികളാണ്, അവിശ്വാസികളാണ്. അവിടെയുള്ള പ്രകൃതിയാണ്, സസ്യലതാദികളാണ്, മണൽത്തരികളാണ്, ചരൽ കുന്നുകളാണ്, കുന്നും മാമലയുമാണ്, വൃക്ഷങ്ങളാണ്, പുറമെ അവിടെയുള്ള മൃഗങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി പരിസരത്തുള്ള സർവ്വരുമാണ്. നബിതങ്ങളുടെ അനുയായികൾ മാത്രമല്ല, നബിതങ്ങളുടെ ശത്രുക്കളുമാണ്. ഒരു വേള ഈ അനുയായികൾ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ. അവരൊക്കെ നബിതങ്ങളുടെ കഠിന ശത്രുക്കളായിരുന്നു. ഈ ശത്രുവിന്റെ കാഠിന്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുകൊണ്ടു. എന്റെ വിഷയം അതല്ല. ശത്രുക്കളുടെ കാഠിന്യം എത്രമാത്രമായിരുന്നു. ഒരാളുടെ പേര് അബൂജഹൽ എന്ന. അബൂജഹലിനെ നമുക്ക് വിടാം. മരിക്കുവോളം ആ ശാസ്ത്രമത്തിന്റെ കാഠിന്യത്തിൽ ഒരു കുറവും വരാത്ത ഒരാളാണ് അബൂജഹൽ. മറ്റൊരാളുടെ പേര് അബൂ സുഫിയാൻ എന്നാണ്. ഏതാണ്ട് അവസാന സന്ദർഭം വരെയും അബൂ സുഫിയാൻ ശത്രുവിന്റെ വേഷത്തിൽ തന്നെ നിറഞ്ഞാടുന്നുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇപ്പോൾ നമ്മൾ അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്. ഇനി ഓരോരുത്തരെ അബൂ സുഫിയാൻ ശത്രുവായിരിക്കുന്ന സമയത്ത് തന്നെ അബൂ സുഫിയാന്റെ മക്കൾ, അവരുടെ മരുമക്കൾ, ഇവരൊക്കെ ഇസ്ലാമിന്റെ കൂടെയുണ്ട്. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ ഇസ്ലാമിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട്
ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു ഒരു ഘട്ടത്തിൽ. സാക്ഷാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഒരാൾക്ക് ശത്രുത ഉണ്ടാവുക, ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് അത് ഇഷ്ടമായി മാറുക. ഇനി അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഒരു ദീർഘകാലം ശത്രുവായിട്ട് നിന്ന ഒരാൾ പിന്നെ ശത്രുത മറന്നാൽ എങ്ങനെയാണ് അത് വലിയ ഇഷ്ടമായിട്ട് പരിണമിക്കുക? അബൂ സുഫിയാൻ പറയുന്ന നബിയെ, എനിക്ക് ഏറ്റവും വെറുപ്പ് അങ്ങയോടായിരുന്നു, എന്നാൽ നബിയെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതിലെല്ലാം ഉണ്ട്, ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. എങ്ങനെയാണ് ഈ വിരോധത്തെ സ്നേഹമാക്കി മാറ്റുന്ന രാസ മാറ്റം സംഭവിക്കുന്നത്? അപ്പൊ ഏറ്റവും അടുത്തവർ, സമകാലികർ, അവരൊന്നടങ്കം നബിതങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നബിതങ്ങളെ അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചവർ. അനുഭവിച്ചവരൊക്കെയും നബിതങ്ങളെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ അനുഭവിച്ചവർ പറഞ്ഞു തരുന്ന വിവരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സങ്കല്പാനുഭവം, ഭാവനാനുഭവം, അതാണ് നമുക്ക് കിട്ടുക. ഈ അനുഭവം സ്വീകരിക്കാനാണ്. ആ അനുഭവത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു ലോകമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബുസൂരി ഇമാം പറയുന്നുണ്ടല്ലോ, സൂര്യൻ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ചെറുഗോളം, അടുത്തേക്ക് വന്നാൽ കണ്ണ് കഴച്ചു പോകും. എങ്ങനെയാണ് ഈ സൂര്യഗോളത്തെ നമുക്കിങ്ങനെ വിശദീകരിച്ചു തരിക? ഈ ഒരു പരിമിതി ഉണ്ട് അനുഭവിച്ചവർക്ക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ നബിതങ്ങളുടെ കാഴ്ചയുടെ ഇടയിൽ എൻ്റെ കൈത്തലം കൊണ്ട് ഞാൻ മറപിടിക്കും. കാരണം ആ പ്രകാശം എൻ്റെ കണ്ണിനെ മഞ്ഞളിപ്പിക്കും, എൻ്റെ കണ്ണിന് ആന്ത്യം ബാധിക്കും, അന്ധത വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് തിരശ്ശീലയാക്കി വെക്കും എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു പരിമിതിയാണ്, അനുഭവിച്ചവരുടെ പരിമിതിയാണ് നമുക്കത് പറഞ്ഞു തരിക എന്നിടത്ത് നമ്മൾ നിഴലിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുള്ളൂ. വേറെ ഒരു രക്ഷാവഴിയും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് വിശ്വാസമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുക പോരാ, പൂർണ്ണത മുത്തുനബിയിൽ വിശ്വസിക്കുക. മുത്തുനബിയിലുള്ള വിശ്വാസം സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുക? സ്നേഹം നമ്മളിൽ പ്രവർത്തിക്കുക നബിതങ്ങളോടുള്ള, നബിതങ്ങളെ കാണാനുള്ള അത്യാഗ്രഹമായിട്ടാണ്, നബിതങ്ങൾക്ക് സർവം സമർപ്പിക്കലായിട്ടാണ്, നബിതങ്ങളെ പദാനുപദം പിൻപറ്റലായിട്ടാണ്, നബിതങ്ങളുടെ ആശയത്തെ പ്രചരിപ്പിക്കലായിട്ടാണ്. ഇത് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുത്തുനബിയോട് അഗാധമായ സ്നേഹമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള വഴിയായി ഇതുപോലുള്ള എല്ലാ വേദികളെയും നമുക്ക് കാണാൻ കഴിയണം. വേദികളെ മാത്രമല്ല, നബിതങ്ങളെ വായിക്കാൻ, നബിതങ്ങളുടെ ജീവിതത്തെ വായിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അത് നമ്മുടെ ഒരു പഠന സപര്യയായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ്, മുത്തല്ലിങ്ങളാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ തന്നെ കേട്ടോ, പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ്. നമ്മുടെ കയ്യിൽ, നമ്മുടെ മുമ്പിൽ ധാരാളം ധാരാളം സാധ്യതകളുണ്ട്. എൻ്റെ നബി എന്ന് ഞാൻ പറയുമ്പോൾ അത് എൻ്റെ നബി ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതിന് പറ്റുന്ന കിതാബുകൾ, പുസ്തകങ്ങൾ ഏത് ഭാഷയിലാണെങ്കിലും ലഭ്യമായതൊക്കെ സമാഹരിക്കുകയും അങ്ങനെ വായിച്ച് നബിതങ്ങളോടുള്ള അകലം കുറച്ച് സ്നേഹം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന് എന്നോട് സന്ദർഭവശാൽ നിങ്ങളോടും സൂചിപ്പിക്കുന്നു. കരുണ, ഇതാണ് നമുക്ക് പറയാനുള്ള വിഷയം. റഹ്മത്ത്, നബിയുർ റഹ്മയാണ് വിഷയം. നബിതങ്ങളോടുള്ള നമ്മുടെ ഈ താല്പര്യങ്ങളെ, നബിതങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടത്തെ, അതിനെ നമ്മൾ ആകെ എടുക്കൂ.
നമ്മൾ ഓരോരുത്തരും എടുക്കും. നബിതങ്ങളുടെ റഹ്മത്ത് അവിടെ നിൽക്കട്ടെ, നബിതങ്ങളുടെ കാരുണ്യം അവിടെ നിൽക്കട്ടെ. നബിതങ്ങൾ ആരാണ് എന്ന് നമുക്ക് പറയാൻ വരട്ടെ. അതിനു മുമ്പ് നമ്മളെ ഒന്ന് പരിശോധിക്കും. നമ്മൾ ആരാണ് എന്നൊന്ന് പരിശോധിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാരുണ്യത്തിന്റെ ഒരു അംശം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആര് തന്നതാണ്? എനിക്ക്, നിങ്ങൾക്ക്, ഈ പ്രകൃതിയോട്, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളോട്, മിണ്ടാപ്രാണികളോട്, മനുഷ്യരോട്, മാതാപിതാക്കളോട്, സഹജീവികളോട്, ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കാരുണ്യത്തിന്റെ ഒരംശത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരൊറ്റ ഒരു തരിയെ ആരാണ് അത് നമുക്ക് തന്നത്? എന്താണ് അതിന്റെ കാരണം? എവിടുന്നാണ് നമുക്കത് കിട്ടിയത്? ഉത്തരം ഒന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ കരുണയുണ്ടോ? ഈ കാരുണ്യം ഉണ്ടോ? കാരുണ്യം എന്താണ്? വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം കരുണയാണ്. കാരുണ്യം ഇല്ലാത്തവൻ വിശ്വാസിയല്ല, വിശ്വാസമില്ല അയാൾ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ പറയാം. അള്ളാഹു എന്നെ കാരുണ്യമാണ് അല്ലെ, റഹ്മാനും റഹീമുമായ, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഗുണം ചെയ്യുന്ന, ആരാധിക്കുന്നവർക്കും വിരോധിക്കുന്നവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹു. ഇനി അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് എന്താണോ ഇതിന്റെ ഒക്കെ കാരണം മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ ആരായിരിക്കും? ആ നബിതങ്ങൾ കരുണയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ നബിതങ്ങളുടെ സ്വഭാവം. ഖുർആൻ എന്താണ്? ഖുർആൻ കരുണയുടെ പുസ്തകമാണ്. ആരാണ് നബിതങ്ങൾ? കരുണയുടെ ഒരു മഹാവൃക്ഷമാണ്, ഒരു വടവൃക്ഷം, കാരുണ്യത്തിന്റെ വടവൃക്ഷം. അതിന്റെ പ്രതിഫലനം എന്താണ്? നമ്മൾ തന്നെ. നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു അംശം അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് നമുക്ക് തീർത്ത് പറയാം. അപ്പൊ നമ്മളല്ലാത്തവരുടെ കയ്യിലോ? അങ്ങനെയുണ്ടല്ലോ. വിശ്വാസികളല്ലാത്തവരുടെ കയ്യിലോ? സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടേതല്ലാത്തവരുടെ കയ്യിലുള്ളതിന്റെ നന്മയുടെയും കരുണയുടെയും കാരണം തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആരംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ. ഒരു പഠനമുണ്ട്. ഞാനൊരു മതവിമർശനം നടത്തുകയല്ല. ബൈബിളിലെ ഒരു വചനത്തെ ചൊല്ലിയാണ് ആ വിമർശനം വരുന്നത്. ലോകത്ത് അടിമ സമ്പ്രദായം വരാനുണ്ടായ ഒരു കാരണത്തെക്കുറിച്ച് പറയുന്നത് അക്രമികളായ, കൊള്ളക്കാരായ, കളവ് നടത്തുന്ന ജനങ്ങളെ അവരെ പിടിച്ച് ബന്ദിയാക്കി അടിമകളാക്കൂ എന്ന ബൈബിൾ വചനത്തിൽ നിന്നാണ് ലോകത്തെ അടിമത്ത സമ്പ്രദായം ശക്തി ആർജിച്ചത് എന്നൊരു നിരീക്ഷണമുണ്ട്. നേരെ ഇസ്ലാമിലേക്ക് വന്നാൽ ഈ അടിമത്ത സമ്പ്രദായത്തെ വളരെ കാലോചിതമായി, വളരെ സർഗാത്മകമായി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ കാണുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നന്മകളുടെയും അതിന്റെ കേന്ദ്രം തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇത്രയാണ് കേട്ടോ. ആ 23 വർഷക്കാലം ഉണ്ടല്ലോ, മക്കയിലും മദീനയിലും തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയ 23 വർഷക്കാലം ഒരാളെ ഒരു വ്യക്തിപരമായി വിലയിരുത്തുമ്പോൾ ആരാണ് മജീദ് എന്ന് ചോദിച്ചാൽ, മജീദ് ജീവിച്ച ഈ കാലമാണ്, മജീദ് ജീവിച്ച ഈ ദേശമാണ്, മജീദിനെ അനുഭവിച്ച ഈ അനുഭവ പരിസരമാണ്. അവിടെ അവസാനിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് അതിന് നേർത്ത ഒരു പകർച്ചയുണ്ടാവും, നേർത്ത ഒരു പങ്കുണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് അത് നീളൂല. ചിലപ്പോൾ അതൊരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്ത് ഇത്രയൊക്കെ നിൽക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയില്ല. അതിന്റെ വേഗത കുറഞ്ഞു വരും, ദുർബലമായിക്കൊണ്ടേയിരിക്കും. പക്ഷേ പരിശുദ്ധരായ തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അതിന്റെ വേഗത വർദ്ധിക്കുകയാണ് ചെയ്യുക. അതിന് ദേശാതിരുകൾ ഭേദിക്കുകയാണ് ചെയ്യുക.
അത് മക്ക മദീന എന്ന് പറയുന്ന ഒരു ചെറിയ ദേശത്ത് ഒതുങ്ങുകയല്ല ചെയ്യുക. ആലോചിക്കണം. അതോ 23 വർഷത്തിന്റെ അകത്ത് ഒടുങ്ങിപ്പോവുകയല്ല ചെയ്യുക. ആ 23 വർഷത്തിനകത്ത് നിന്നത് ലോകത്തിന്റെ അവസാനം വരെയുള്ള കാലം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കാനുള്ള കാലം. ലോകം എന്നാണോ അവസാനിക്കുന്നത് അക്കാലം അത്രയും അത് വികസിച്ചുകൊണ്ടിരിക്കും. കാലത്തെ ഭേദിക്കും, അത് ദേശത്തെ ഭേദിക്കും. അത് മക്കയിൽ ഒതുങ്ങില്ല, മദീനയിൽ ഒതുങ്ങില്ല. പിന്നെയോ അത് പിന്നെ എല്ലാ അതിരുകളും ഭേദിക്കും. നോക്കൂ നിങ്ങൾ, ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് ഇസ്ലാമിന്റെ ദേശാതിരികളെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയാതിരികളെ നമ്മൾ പരിശോധിച്ചാൽ അവിടുന്ന് ഇവിടേക്ക് വന്നാൽ അതിന്റെ അതിര് നോക്കിയെങ്കിലും അതിരില്ലാതെ അത് വികസിക്കും. അപ്പൊ കാലവും ദേശവും സമൂഹവും ഒന്നും അതിന് പരിമിതിയല്ല, അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകളുടെ ജനലക്ഷങ്ങളുടെ ഇടയിലേക്ക്, ഈ ജനലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ മാത്രമല്ല കേട്ടോ, വിശ്വാസിയേതര സമൂഹങ്ങളിലേക്ക്. നിങ്ങൾക്ക് മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, കഥാകൃത്ത് KP രാമനുണ്ണിയെ അറിയാമേ? KP രാമനുണ്ണി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കുന്നത് എന്റെ കൊച്ചു കുട്ടിക്കാലത്ത് തന്നെയാണ്. നബി തങ്ങളെ KP രാമനുണ്ണി അനുഭവിച്ചത് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണെന്ന് അദ്ദേഹം പറഞ്ഞത് മുതിർന്നതിന് ശേഷം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പക്ഷെ ഞാൻ അത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞാൻ കണ്ടത് നബിയെയാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബിയെയാണ് എന്ന് മനസ്സിലാക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിപ്പോയി. അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയാം? എന്റെ കളിക്കൂട്ടുകാരനായ കയ്യൂം എന്റെ അയൽവാസിയാണ്, ഞങ്ങൾ കൂട്ടുകാരാണ്. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യൂമിന്റെ ഉപ്പ വന്നാൽ ഞങ്ങളുടെ ഈ കളിക്കിടയിൽ, മത്സരത്തിനിടയിൽ കയ്യൂമിന്റെ ഉപ്പ എപ്പോഴും എന്റെ പക്ഷം നിൽക്കും, സ്വന്തം മകന്റെ പക്ഷം നിൽക്കൂല. എനിക്കത് മനസ്സിലായിട്ടില്ല. എല്ലാ കളിയിലും എല്ലാ മത്സരത്തിലും എപ്പോഴും കയ്യൂമിന്റെ ഉപ്പ എന്റെ കൂടെയായിരുന്നു. ഞാൻ അന്ന് എനിക്കത് ചിന്തിക്കാൻ പറ്റിയില്ല. മുതിർന്നപ്പോൾ ഞാൻ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചു. അപ്പോൾ എനിക്കതിന്റെ പൊരുള് മനസ്സിലായി. ഞാൻ കണ്ടത് കയ്യൂമിന്റെ ഉപ്പയെയല്ല, ഞാൻ കണ്ടത് നബി തങ്ങളുടെ മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അച്ഛൻ കുട്ടിക്കാലത്ത് മരിച്ചുപോയതാണ്. ഞാൻ യതീമാണ്, ഞാൻ അനാഥനാണ്. അനാഥനായ എന്റെ മുന്നിൽ വെച്ച് സ്വന്തം മകനെ പരിലാളിക്കരുത് എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് നബിയുടെ പാഠത്തെയാണ് കയ്യൂമിന്റെ ഉപ്പ എന്റെ പരിസരത്ത് ഇങ്ങനെ പ്രകാശിപ്പിച്ചു പോയത്. മുതിർന്നപ്പോൾ ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് പുസ്തകം എഴുതാൻ വേണ്ടി വായിച്ചപ്പോഴാണ് ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലായത്. കണ്ടോ, ഇത് പറഞ്ഞത് ആരാന്നറിയാം? KP രാമനുണ്ണി. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം പ്രവർത്തിച്ചത് കണ്ടോ, അത് അനുഭവിച്ചത് കണ്ടോ, അതാരാണ് സ്വീകരിച്ചത് എന്ന് കണ്ടോ, അതുണ്ടാക്കിയ ഒരു പ്രതിഫലനം കണ്ടോ. എന്തുകൊണ്ട് KP രാമനുണ്ണി ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഇതൊക്കെ തന്നെയാണ് എന്നുകൂടി വേണം. ഇതിന്റെ പകർച്ച മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളിലേക്ക് മാത്രമല്ല പകരുന്നത്, വിശ്വാസിയേതര സമൂഹത്തിലേക്കും പകരുന്നുണ്ട് എന്നതിന്റെ ഒരു ചെറിയ അടയാളം പറഞ്ഞു ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹം ഒരു കഥ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അക്കരെ കടക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന കടത്തുതോണി, ഈ കടത്തുതോണിയില് പേര് ഞാൻ ഓർക്കുന്നില്ല, കടത്തുതോണിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു കച്ചവടക്കാരനായ ഒരു വെറ്റില കച്ചവടക്കാരന്റെ കഥ പറയാം. ഈ വെറ്റില കച്ചവടക്കാരൻ വെറ്റില കെട്ടായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അക്കരെ കിടക്കും. ഞങ്ങളും ഉണ്ടാവും, കുട്ടികളെല്ലാവരും. അപ്പൊ ഞങ്ങൾ വികൃതി ഒപ്പിക്കും. ചില കെട്ടിൽ നിന്ന് വെറ്റില അടർത്തിയെടുത്തിട്ട് വേറെ കെട്ടിലേക്ക് തിരികെ കയറ്റും. കുട്ടിക്കാലത്ത് ശ്രീ രാധാകൃഷ്ണനെ പറയണത്. അപ്പൊ ഇദ്ദേഹം അത് കണ്ടാൽ ഞങ്ങളോട് പറയും, മക്കളെ അങ്ങനെ ചെയ്യരുത്, അത് വഞ്ചനയാണ് എന്ന് പറയും. എന്താണ് ഈ വഞ്ചന? ഇന്ന് ഇറുത്ത് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുപോയ ചരക്ക് വെറ്റില,
ഇത് ഇന്ന് കച്ചവടം നടത്താതിരിക്കുന്ന സമയത്ത് അത് തിരിച്ചു കൊണ്ടുവന്ന് അത് ഒരു ദിവസം പഴക്കമായി കഴിഞ്ഞാൽ അതിന് രണ്ടാം തരം വിലയിട്ട് മാർക്കറ്റിൽ വിൽപ്പന നടത്തേണ്ടതാണ്. അതിന് അദ്ദേഹം അത് വേറെ കെട്ടും, മറ്റത് പുതിയ കെട്ടുമായിട്ട്, ഇന്ന് എടുത്തത് വേറെ കെട്ടുമായിട്ട് കൊണ്ടുപോകും. കുട്ടികൾ വികൃതി ഒപ്പിക്കും, പഴയതെടുത്തിട്ട് പുതിയതിൽ തിരുകും, പുതിയതെടുത്തിട്ട് പഴയതിൽ തിരുകും. അപ്പോഴുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചെല്ലാം മുമ്പ് പറഞ്ഞത്. പഴയതെടുത്ത് പുതിയതിൽ തിരുകുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ലാഭത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതെനിക്ക് വേണ്ട. അങ്ങനെ കച്ചവടത്തിൽ വഞ്ചന ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു ഞങ്ങൾ കൊച്ചുകുട്ടികളെ. എപ്പോൾ? പാഠശാലയിൽ വെച്ചല്ല, പുഴക്കടവിൽ വെച്ച്, തോണിയിൽ വെച്ച്, യാത്രാമധ്യേ, സഞ്ചാരത്തിൽ. കണ്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടോ? നബിതങ്ങൾ കച്ചവട ചന്തയിലേക്ക് ചെന്ന് അവിടെയുള്ള ഗോതമ്പ്, കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂനയിലേക്ക് കൈ കടത്തി നോക്കിയിട്ട് അതിലെ നനവ് ചൂണ്ടിയിട്ട് ഇത് വഞ്ചനയാണ് എന്ന് പഠിപ്പിച്ചതിന്റെ പാഠത്തെ അത് ആ മക്കയിലെ മദീനയിലെ ഒരു ചന്തയിലെ കച്ചവടം ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് വേണ്ടിയുള്ള പാഠമല്ല, അത് ലോകത്ത് മുഴുവൻ വിശ്വാസികൾക്കുമുള്ള പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അല്ല, അത് വിശ്വാസികൾക്ക് മാത്രമുള്ള പാഠമല്ല. കച്ചവടത്തിന്റെ നൈതികതയെക്കുറിച്ച് ലോകത്തിന് പഠിപ്പിക്കുകയാണ്. കച്ചവടത്തിന്റെ നീതിയെക്കുറിച്ച് ലോകത്തിനാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആരാണ്? തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ ഗുരുവാണ്. അപ്പൊ ലോകത്തിന്റെ കാരുണ്യമാണ്. ആരാണ് നബി എന്ന് ചോദിച്ചാൽ കാരുണ്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, ആരാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഗുരുവാണ് എന്നല്ല, ലോകത്തിന്റെ ഗുരുവാണ് എന്ന് പറഞ്ഞാൽ ഈ ഗുരു പഠിപ്പിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കാരുണ്യമാണ്. ആ ഗുരുവിനെ പകർത്താൻ വേണ്ടി ആര് പരിശ്രമിച്ചാലും, ആര് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയാലും, വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ, അവരിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുക, അവരിൽ നിന്ന് പ്രേക്ഷകർക്ക് ദർശിക്കാൻ കഴിയുക കാരുണ്യം മാത്രമായിരിക്കും, കരുണ മാത്രമായിരിക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയെ ഞാൻ ഇങ്ങനെ ഒരൊറ്റ ആമുഖത്തിന്റെ അകത്തേക്ക് ചുരുക്കുകയാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ഇനി നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതത്തിലൂടെ ഒന്നിങ്ങനെ സഞ്ചരിക്കണം. അതെന്തൊക്കെയാണ് എന്നൊന്ന് അറിയാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് ധാരണയാവണം, ഓർത്തു വെക്കണം. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നബിതങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആ സ്നേഹം കൊണ്ട് വിശ്വാസി ലോകത്തെ നബിതങ്ങളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരൊറ്റ പാശം കൊണ്ട് ബന്ധിപ്പിച്ചു. ഏതാണ് ആ പാശം? സ്നേഹം. ഉള്ളൂരിന്റെ ഒരു കവിതയുണ്ട്, ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയിരാം സ്നേഹമതമല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം, ഭക്തിയനുരാഗതയാദിവപുസ്സ പരാത്മ ചൈതന്യം, പലമട്ടേന്തി പാരിതിനാകെ പ്രകാശമരുളും. ഞാൻ അതിനൊന്ന് വിശദീകരിക്കട്ടോ. ഇത് ആരുടെ കവിതയാണെന്ന് ചോദിച്ചാൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ ഉള്ളൂരിന്റെ കവിതയാണ്. പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭക്തി, അനുരാഗം, ദയ, ആധ്യാത്മികമായ എല്ലാ ചൈതന്യങ്ങളുടെയും കേന്ദ്രം ഒരൊറ്റ ഒന്നാണ്, അത് സ്നേഹമാണ്. ആ സ്നേഹം നമ്മളിൽ പ്രവർത്തിക്കുക പല മട്ടിൽ ഇവിടെ ആകെ പ്രകാശം വിതറിക്കൊണ്ടേയിരിക്കും. സ്നേഹത്തെക്കുറിച്ചുള്ള ഉള്ളൂരിന്റെ നിരീക്ഷണമാണ്. വേറെ ഒന്നുമല്ല ഇത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇനി സ്നേഹത്തെക്കുറിച്ചൊന്ന് ഒന്ന് ആലോചിക്കുക. ഈ സ്നേഹം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിശ്വാസികളെ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നിങ്ങൾ മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബിതങ്ങളെ എല്ലാവരെക്കാളും അധികം നമ്മൾ സ്നേഹിക്കണം. എത്ര ഇനി അതിന്റെ അപ്പുറത്തുണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് നബിതങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കണം. ഇതിന്റെ മർമ്മമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മൾ നബിതങ്ങളെ സ്നേഹിച്ചാൽ നബിയോർമ്മകളിലൂടെ നമ്മൾ ജീവിതത്തിലുടനീളം അങ്ങനെ സഞ്ചരിക്കും.
എപ്പോഴും എൻ്റെ നബി എന്താണ് എന്നോട് പറഞ്ഞത്, എൻ്റെ നബി എങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, എന്ത് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ നബിയോടുള്ള ഇഷ്ടം എൻ്റെ നബിയുടെ മുഴുവൻ കാര്യങ്ങളോടുള്ള ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ ജീവിതത്തിന്റെ സർവവും അത് നബിതങ്ങളെ കുറിച്ചുള്ള അനുകരണമാവും. ആ അനുകരണം എങ്ങനെയാണ് പ്രവർത്തിക്കുക? നിങ്ങൾക്ക് ഒരു മിണ്ടാപ്രാണിയെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഒരു മിണ്ടാപ്രാണിയോട് നിങ്ങൾക്ക് ക്രൂരത പ്രവർത്തിക്കാൻ കഴിയില്ല. എന്താണ് ഈ മിണ്ടാപ്രാണിയോടുള്ള ക്രൂരത? അബൂ ദർദാ റളിയല്ലാഹു അൻഹു മരണം ആസന്നമായ സമയം, വഫാത്തിനോടടുത്ത സമയം. ഈ സമയത്ത് എന്താ നമ്മൾ ആലോചിക്കുക? നമ്മൾ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനകളിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? വഫാത്തിനോട് അടുത്ത സമയത്ത് അദ്ദേഹം കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വേച്ച് നടന്നുപോയി. എവിടേക്ക്? മൃഗത്തെ കെട്ടിയിട്ടിരിക്കുന്ന, വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആലയിലേക്ക്. ആ ആലയിൽ കയറി ചെന്നിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഒട്ടകങ്ങളെ വിളിച്ചു, ഒട്ടകങ്ങളോട് സംസാരിച്ചത് എന്താണെന്നറിയൂ? ഞാൻ വിടവാങ്ങാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ജീവിതകാലത്തിനിടയ്ക്ക് നിന്നെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ ഭക്ഷണം തന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ വെള്ളം തന്നിട്ടുണ്ട്. നിന്റെ മുകളിൽ, നിന്റെ ചുമലിൽ ഞാൻ എടുക്കാൻ കഴിയാത്തത്ര ഭാരം ഒരിക്കലും വച്ചു തന്നിട്ടില്ല. ഞാൻ അതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. ഞാൻ കരുതലോടെയാണ് നിന്നോട് പ്രവർത്തിച്ചത്. ദയവ് ചെയ്ത് പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെ കുറിച്ച് പഴി പറയരുതേ. മനുഷ്യരോടല്ല, അയൽവാസികളോടല്ല, ബന്ധുജനങ്ങളോടല്ല, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയാൻ വേണ്ടി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചെല്ലുന്നത് മൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന, മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളുടെ ആലയത്തിലേക്കാണ്. എന്നിട്ട് അവരോട് ദയാപുരസ്സരം കേണ് പറയാണ്, നിങ്ങൾ എനിക്കെതിരെ സാക്ഷി നിൽക്കരുതേ. എന്റെ നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കണമെന്ന്, ജാഗ്രത കാണിക്കണമെന്ന്. നാളെ ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുന്നത്. കണ്ടോ, നിങ്ങൾക്കൊരു മിണ്ടാപ്രാണിയോട് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? നമ്മൾ നഖം മുറിക്കണം, എല്ലാവരും നഖം മുറിക്കണം. നഖം മുറിക്കണം എന്നതിന് പുറമേ നമുക്ക് തരുന്ന അടുത്ത നിർദ്ദേശമാണ്, അടുത്ത പാഠമാണ്. അങ്ങനെ നിങ്ങൾ അലസമായി മൃഗങ്ങളുള്ളവരാണെങ്കിൽ, കറവയുള്ള മൃഗങ്ങളുള്ളവരാണെങ്കിൽ, അതിന്റെ അകിടിൽ കൈവയ്ക്കുന്നവരാണെങ്കിൽ, അത് കറന്നെടുക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ നഖം അശേഷം വളരരുത്. വളരും പ്രകാരം അത് മുറിച്ചു മാറ്റുന്നതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ആ മിണ്ടാപ്രാണിയുടെ, ആ കറവു മൃഗത്തിന്റെ മൃദുലമായ അകിടിൽ നിങ്ങളുടെ നഖക്ഷതം കൊണ്ട് മുറിവ് പറ്റാം, അതിലൂടെ അണുബാധയുണ്ടാവാം. അങ്ങനെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇത് ഒട്ടകത്തിന്റെ കാര്യമാണോ, പശുവിന്റെ കാര്യമാണോ, കറവയുള്ള ആടിന്റെ കാര്യമാണോ? ഇങ്ങനെ അവസാനിക്കൂ? വളർത്തുന്ന മൃഗങ്ങളിൽ മാത്രം അവസാനിക്കൂ? അല്ല, എല്ലാ മൃഗങ്ങളിലേക്കും, പരിസരത്തുള്ള എല്ലാ മൃഗങ്ങളിലേക്കും നബി തങ്ങളുടെ ഈ കാരുണ്യത്തിന്റെ സന്ദേശം വരും. ഒരു ശരിയായ വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളോട് സ്നേഹം ഉണ്ടാവുക എന്നാണ്. നബി തങ്ങളോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ജീവിതത്തെ മുഴുവനും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കലാണ്. അങ്ങനെ നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ നിങ്ങൾ ഒട്ടകത്തോട്, നിങ്ങളുടെ വീട്ടിലെ മറ്റ് വളർത്തുമൃഗങ്ങളോട്, പശുവിനോട്, അവിടെയുള്ള മറ്റു മിണ്ടാപ്രാണികളോട്, ഒരു പൂച്ചക്കുഞ്ഞിനോട് എങ്ങനെയായിരിക്കും പെരുമാറുക? നബി തങ്ങളുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഈ പൂച്ചക്കുട്ടി വളരെ വികൃതിയാണ്. എല്ലാ പൂച്ചക്കുട്ടികളെയും പോലെ വീട്ടിൽ ഓടിച്ചാടി നടക്കും. നബി തങ്ങളില്ലെങ്കിൽ നബി തങ്ങളുടെ വിരിപ്പിനും കയറി കിടക്കും, എല്ലായിടത്തും ഓടിച്ചാടി അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ വന്നാൽ പച്ചപ്പാവാണ്, അതിനറിയാം ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ശാന്തനായ ഒരു ഭാഗത്തിരിക്കും. ഈ പൂച്ചക്കുഞ്ഞിനെ വെച്ച് പൂച്ചക്കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തെ കുറിച്ച് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ രാവിലെ ഒരു കൂട്ടം പൂച്ചക്കുട്ടികൾ ഉണ്ടാവും.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഖലീഫയായ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നില്ലേ? അയൽവാസികൾ ഇങ്ങനെ പരിതപിച്ചു, ഇനി ആരാ ഞങ്ങൾക്ക് പാല് കറന്നു തരിക എന്നാണ് അവരുടെ ബേജാറ്. ഇസ്ലാമിന്റെ ഖലീഫയാണ്, ഇസ്ലാമിന്റെ ഖലീഫ, ഇസ്ലാമിന്റെ ഭരണാധികാരി, ഇസ്ലാമിക ലോകത്തിന്റെ ചക്രവർത്തി, ഭരണാധികാരി, പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നൊക്കെ നിങ്ങൾ സങ്കല്പിച്ചോ? അപ്പൊ അയൽവാസിയായിരിക്കുന്ന വീട്ടുകാരിങ്ങനെ ആശങ്കപ്പെടുകയാണ്, ഇനി ആര് ഞങ്ങൾക്ക് പാല് കറന്നു തരും? പാല് കറന്നു തരുന്ന അയാൾ പ്രധാനമന്ത്രിയായി, ഇനി എങ്ങനെ ഇത് നിവർത്തിക്കുന്നതാണ് അവരുടെ ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാവിലെ പാൽപാത്രമായിട്ട് നേരെ ഇറങ്ങിച്ചെല്ലുകയാണ്. എന്നിട്ട് പറയും അവരോട്, ഇന്നലെ വരെ അബൂബക്കർ എന്തൊക്കെ ചെയ്തോ അതൊക്കെയും നാളെയും ചെയ്യും, പേടിക്കണ്ട. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലെ ഒട്ടകത്തെ കറന്നാൽ ആ ഒട്ടകത്തെ കറന്നെടുക്കുന്ന പാല് അതിന്റെ ആദ്യത്തെ അവകാശികൾ ഈ വന്നിരിക്കുന്ന അതിഥികളാണ്, പൂച്ചക്കുട്ടികളാണ്, വീട്ടിലെ പൂച്ചകളാണ്. അവരൊക്കെ വയറ് നിറഞ്ഞതിന് ശേഷമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പാലെടുക്കാറുള്ളൂ. ഇതാരാ പഠിപ്പിച്ചു കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ കരുണ പ്രവർത്തിക്കുന്നത് കണ്ടോ? അത് അവിടെ അവസാനിച്ചോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ അവസാനിച്ചോ? ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനുണ്ട്. ഷിബിലി ഇമാം ഇങ്ങനെ നടന്നു പോകുമ്പോ വേലിക്കരികിൽ ഒരു പൂച്ചക്കുഞ്ഞ്, കൊച്ചു വെളുപ്പാങ്കാലത്താ, കൊടിയ തണുപ്പുള്ള സന്ദർഭത്തിലാണ് ഇങ്ങനെ പമ്മി പതുങ്ങിയിരിക്കുന്ന പൂച്ചക്കുഞ്ഞിനെ കാണുന്നത്. ഷിബിലി ഇമാം ആ പൂച്ചക്കുട്ടിയെ എടുത്തിട്ട് തന്റെ ഈ പുതച്ചിരുന്ന പുതപ്പിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി വെച്ചു. തണുത്ത് വിറയ്ക്കുന്ന പൂച്ചയെ കണ്ടപ്പോ, പൂച്ചക്കുട്ടിയെ കണ്ടപ്പോ കണ്ടോ അത് പ്രവർത്തിക്കുന്നത് കണ്ടോ? നബിതങ്ങൾ പഠിപ്പിച്ച പാഠം പ്രവർത്തിക്കുന്നത് കണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ. ഇനി നിങ്ങളെങ്ങാനും വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തിയ ഒരു പൂച്ചക്കരച്ചിൽ, നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തിയ നിങ്ങളുടെ ഭക്ഷണത്തളികയിലെ രുചിയൂറുന്ന ഒരു വിഭവം നിങ്ങൾ കാണുകെ ആ പൂച്ചക്കുഞ്ഞ് തട്ടിമറിച്ചാൽ, അത് എടുത്തോണ്ട് ഓടിപ്പോയാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ആ ദേഷ്യത്തിന്റെ അമർഷത്തിൽ നിങ്ങൾ ഒരു വടിയെടുക്കും, ഒരു കല്ലെടുക്കും, അതിന്റെ പിന്നാലെ നിങ്ങൾ ഓടും. ആ സന്ദർഭത്തിൽ ഇക്കഥ നിങ്ങൾ ഓർക്കുന്നു എന്ന് വെക്കുക. ഇക്കഥ നിങ്ങളുടെ മനോമുകുരത്തിലേക്ക് കയറി വരുന്നു എന്ന് സങ്കല്പിച്ച് നിങ്ങൾ ആ പൂച്ചക്കുഞ്ഞിനെ തല്ലും എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആ പൂച്ചക്കുഞ്ഞിനെ ഉപദ്രവിക്കും എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നമ്മൾ നിർമ്മലരായി പോകും, നമ്മൾ തണുത്തു പോകും, നമ്മുടെ ഉള്ളിൽ നിന്ന് നനവയുടെ ഉറവ പൊട്ടി ഒഴുകും. ആ നിമിഷം അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യത്തിന് പകരം നിങ്ങളിൽ ഉണ്ടാവുന്ന വികാരം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു വികാരം സ്നേഹമാണ്. കണ്ടോ? ദേഷ്യം സ്നേഹത്തിന് ഇങ്ങോട്ട് വഴി മാറിക്കൊടുക്കും. എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചത്? എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്? എങ്ങനെയാണ് ഈ വിരുദ്ധ വികാരം പ്രവർത്തിക്കുന്നത്? വിദ്വേഷം എങ്ങനെ സ്നേഹമായി മാറുന്നു? ആ നിമിഷം നിങ്ങൾ സ്നേഹിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൂച്ചക്കുഞ്ഞും തമ്മിലുള്ള ഇടപാടറിയുന്ന ആ നിമിഷം. തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൃഗങ്ങളോടുള്ള, മനുഷ്യരുടെ അല്ലട്ടോ ഞാൻ പറഞ്ഞത്, മനുഷ്യരുടേത് അവിടെ നിൽക്കട്ടെ, മൃഗങ്ങളോടുള്ള നബിതങ്ങളുടെ സമീപനം എന്തായിരുന്നു? നബിതങ്ങളുടെ കാരുണ്യം എന്തായിരുന്നു? നബിതങ്ങളുടെ കരുണ ഈ മൃഗങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത്? ഒട്ടകം വന്ന് പരിഭവം പറയണത് നേരത്തെ ഞാൻ പറഞ്ഞ പാഠം പഠിപ്പിക്കുമ്പോഴാണ്. നബിതങ്ങളോട് പരിഭവം പറയാൻ പറ്റും എന്ന് ഒട്ടകത്തിനറിയാം. എനിക്ക് വേണ്ടിയല്ല ഇത് ഞാൻ പറയുന്നത് എന്നും ആ ഒട്ടകത്തിനറിയാം. അതുകൂടി മനസ്സിലാക്കി വെക്കണം. നബിയെ, എന്റെ പ്രശ്നം എന്നാണ് നമ്മൾ അതിനെ ഒറ്റ വായനയിൽ മനസ്സിലാക്കുക. അല്ല, ആ ഒട്ടകം പരിഭവം പറഞ്ഞത് തനിക്ക് വേണ്ടിയല്ല, ലോകത്ത് വരാനിരിക്കുന്ന തന്റെ ഭാഗധേയങ്ങളായി കാലാന്തരത്തിൽ ജീവിക്കാനിരിക്കുന്ന സർവമാന മൃഗങ്ങൾക്കും വേണ്ടിയാണ് നബി തങ്ങളോട് ഒത്താശ പറഞ്ഞത്. നബിയെ, എന്റെ ചുമലിൽ എനിക്കെടുക്കാൻ പറ്റാത്ത ഭാരം യജമാനൻ എന്റെ ചുമലിൽ വെക്കുന്നു, എനിക്ക് വേണ്ടത്ര ഭക്ഷണം തരുന്നില്ല. നോക്കൂ, ആ പാഠം ആ സ്വഹാബിക്ക് മാത്രമുള്ളതല്ല. വരാനിരിക്കുന്ന എല്ലാ ഒട്ടകങ്ങളെയും, എല്ലാ മൃഗങ്ങളെയും, എല്ലാ വളർത്തുമൃഗങ്ങളെയും പരിചരിക്കണം, പരിഗണിക്കണം, അവയ്ക്ക് ഭക്ഷണം കൊടുക്കണം. എടുത്താൽ പൊങ്ങാത്ത ഭാരം അവരുടെ ചുമലിൽ വെച്ച് കൊടുക്കരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞതെങ്കിൽ ആ ഒട്ടകം പരിഭവം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ ചില ഈ അപകടങ്ങളൊക്കെ കാണാറുണ്ട്.
ആ അപകടങ്ങൾക്ക് നമ്മൾ ചില പേരുകളും വിളിക്കാറുണ്ട്. ഞാൻ ഉദാഹരണമൊന്നും പറയണില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ വലിയൊരു അത്യാഹിതം നടന്ന് വലിയൊരു ആൾക്കൂട്ടത്തിന്റെ മരണം നടന്നതിന്റെ പേരിലായിരിക്കും ഭരണകൂടം അതിൽ നടപടിയെടുക്കുക. അതിനു മുമ്പ് ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ നിറം കേരളത്തിൽ വെള്ള പെയിന്റ് അടിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെയും ഈ പെയിന്റ് അടിക്കാതെ തന്നെയാണ് പല നിറത്തിലാണ് വണ്ടി ഓടിയിരുന്നത്. പാട്ടും ഡാൻസും കൂത്തും ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു വണ്ടി വലിയൊരു അപകടത്തിൽപ്പെട്ടു. അപ്പോ പിറ്റേ ദിവസം സർക്കാർ ഉത്തരവ് പ്രഖ്യാപിച്ചു, ഇനി മേലിലെ എല്ലാ ബസ്സിനും വെളുത്ത പെയിന്റ് വേണം എന്ന്. കണ്ടോ, ഒരു നിയമം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈ ഒട്ടകം ആർക്ക് വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയത്? വരാനിരിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും വേണ്ടിയാണ്. കിളിക്കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കഥ നിങ്ങൾക്കറിയാം, ഞാൻ വിസ്തരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാനിങ്ങനെ തൊട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കാരുണ്യെന്നും അതിന്റെ മർമ്മൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തൊട്ടു പോകുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ കഥകൾ, ആ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ കയറി വരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ആ പൊടി പിടിച്ചു കിടക്കുന്ന നബിചരിത്രങ്ങളെ ഒന്ന് കുടഞ്ഞു തെറിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പൊടി തട്ടി നമ്മുടെ വിശ്വാസത്തെ മിനുക്കാനുള്ളതാണ്. നമ്മുടെ സ്നേഹം മിനുക്കപ്പെടുമ്പോൾ, നബിതങ്ങളോടുള്ള നമ്മുടെ സ്നേഹം മിനുക്കുമ്പോൾ, അതിന് തെളിച്ചം കൂട്ടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനാണ് തെളിച്ചം കൂടുക. വിശ്വാസത്തിന് തെളിച്ചം കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരോടും മൃഗങ്ങളോടും പ്രകൃതിയോടും കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ നനവോടെ ഇടപെടും എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധരായ മനുഷ്യരായി മാറും എന്നാണ് അതിന്റെ അർത്ഥം. ഒരു റബീഉൽ അവ്വൽ നമുക്ക് വിശുദ്ധനാവാൻ, കൂടുതൽ ശുദ്ധനാവാനുള്ള ഒരു അവസരമാണ് എന്നാണ് അർത്ഥം. അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങളില്ല, ഒരു പ്രശ്നവുമില്ല. ഏറ്റവും ശാന്തസുന്ദരമായ പരിസരമായി നമ്മുടെ പരിസരം മാറും, നമ്മുടെ കുടുംബം മാറും, നമ്മുടെ ഈ സമൂഹം മാറും, നമ്മുടെ രാജ്യം മാറും. വിശ്വാസികളായ നമ്മളെ ഇത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇത് പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ആ കിളിക്കുഞ്ഞിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് നമുക്കറിയാലോ. നബിതങ്ങളാ കിളിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് വരുന്ന സഹാബിമാരോട് പറയണത് ഇത് എന്തിനാ കൊണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പൊ അവര് പറയണത് ഞങ്ങളൊരു വിനോദത്തിന് വേണ്ടി നബിയെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈങ്കിളികളെ കണ്ടാൽ പിടിച്ചുകൊണ്ടൊന്ന് കൂട്ടിലിട്ട് വീട്ടിൽ വളർത്തുന്ന വിനോദം എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു എന്നാ അതിന്റെ അർത്ഥം. നമ്മളിപ്പോഴും കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. സ്വതന്ത്രമായി പറന്നു പോകുന്ന ഈ പക്ഷികളെ പിടിച്ച് കൂട്ടിലിട്ട് അടച്ച് അതിന്റെ കരച്ചിലും അതിന്റെ അസ്വസ്ഥതകളും ഒക്കെ ആനന്ദമായി ആസ്വദിക്കുക, അതിന്റെ പ്രയാസങ്ങളെ ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിക്കുന്നതിനെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത്. ആ കിളിക്കുഞ്ഞുങ്ങളുടെ അമ്മക്കിളി, തള്ളക്കിളി തലയ്ക്ക് മുകളിൽ കിടന്നിങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ പറയണു, ഈ കിളിക്കുഞ്ഞുങ്ങളെ അതിന്റെ തള്ളക്കിളിയുടെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ. ഇതെന്തിനാ ഈ ചുറ്റിക്കറങ്ങണത് എന്നറിയോ? അത് അതിന്റെ മാതൃസ്നേഹമാണ്, അതിന്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ സ്നേഹപ്രകടനം എന്താണെന്നറിയോ? അത് കരുണയുടെ ഒരു അംശമാണ്. ഏത് കരുണയുടെ? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ, മഹാകാരുണ്യത്തിന്റെ അതിന്റെ ഒരംശമാണ് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളത്. അല്ലാഹുവിനുള്ള നമ്മളോടുള്ള കാരുണ്യം എത്രയാണ് എന്ന് അളക്കാൻ കഴിയോ? അളക്കാൻ കഴിയൂല എന്നുകൂടി പഠിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ പ്രതിനിധികളായ വിശ്വാസികളായ നിങ്ങളിൽ എന്താണ് ഉണ്ടാവേണ്ടത് എന്നുകൂടിയാണ്. നാളെ ആ കാരുണ്യം മാത്രമാണ് നമ്മുടെ രക്ഷ എന്നാണ്. ആ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ കാരുണ്യം ഇവിടെ പ്രതിഫലിപ്പിക്കണമെന്നാണ്, പ്രകടിപ്പിക്കണം എന്നാണ്. ഇതൊക്കെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ആ കിളികളോട് എങ്ങനെ പെരുമാറണം? വളർത്തുന്ന കിളികളോട്, പറന്നു പോകുന്ന പിന്നെ പറവകളോട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഈജിപ്റ്റ് കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൈനിക നീക്കം, അങ്ങനെ അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ട് അവിടെ തമ്പടിച്ചിട്ടാണ് ഈ സൈനിക സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്നത്. ദിവസങ്ങളോളം അവിടെ തമ്പടിച്ചു. ഒടുവിൽ എല്ലാം കഴിഞ്ഞു, സൈന്യം അവിടുന്ന് പോവുകയാണ്. ഈജിപ്റ്റ് ഉപേക്ഷിച്ച് പോവുകയാണ്, ഈജിപ്തിലെ നഗരം ഉപേക്ഷിച്ച് പോവുകയാണ്. ടെന്റ് അഴിക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും ടെന്റ് അഴിച്ചു. ഒരു ടെന്റ് മാത്രം ബാക്കിയായി. സഹാബികൾക്ക് ഒരു സംശയം, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അവരുടെ ഇടയിൽ. ഈ ടെന്റ് എന്താണ് ചെയ്യേണ്ടത്? എന്താ ടെന്റ് അഴിക്കുന്നതിനെ കുറിച്ചുള്ള അവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല. ആ ടെന്റിന്റെ കോണിൽ ഒരു കിളി കൂട് വെച്ചിട്ടുണ്ട്.
ഒരു കിളി ഒരു ടെന്റിന്റെ കോണിൽ കൂടി വെച്ചത് കൊണ്ട് ഒരു സൈനിക സംവിധാനം, സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുവിനോടുള്ള അപാരമായ പക. ഞാൻ പുതിയ കാലത്തെ ഇതിനെ കുറിച്ചാണ് പറയണ്ടത്, ഇസ്ലാമിലെ യുദ്ധത്തെ കുറിച്ചല്ല പറയണത്. ഇതൊക്കെയാണ് നമ്മളിപ്പോ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം കാണുന്നുണ്ടല്ലോ, ഉക്രൈൻ റഷ്യൻ യുദ്ധം കാണുന്നുണ്ടല്ലോ, അമേരിക്ക ഇറാഖിനെ ഇങ്ങനെ ഇളക്കി മറിച്ചത് കണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തകർത്ത് കളഞ്ഞത് നമ്മൾ കണ്ടില്ലേ? നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടന്ന ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷികളാണ് നമ്മളെല്ലാവരും. ആ യുദ്ധ അനുഭവം വെച്ചിട്ടൊന്ന് നോക്കുമ്പോൾ അപ്പോ ആ യുദ്ധഭൂമിയിലെ മുഖ്യ സൈന്യാധിപൻ ആരാ? ഈ സൈന്യാധിപരെ കുറിച്ച് തന്നെ പറയാറുണ്ട്, പോലീസുകാരെ കുറിച്ചും സൈനികരെ കുറിച്ചൊക്കെ പറയാറുള്ളത് അവരുടെ ഉള്ളിൽ ദയയില്ല, കരുണ ഇല്ല അല്ലേ? നിങ്ങൾ കണ്ടില്ലേ ഫലസ്തീനിലെ ഒരു പിഞ്ച് ചോരമണം മാറാത്ത ഒരു പിഞ്ചു പൈതൽ, ആ പിഞ്ചു കുട്ടിയുടെ നെഞ്ചിന് നേരെ എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ഒരു മെഷീൻ ഗണ്ണുമായിട്ട് ഒരു സൈനികൻ, അയാളുടെ രൂപവും ഭാവമൊക്കെ കണ്ടില്ലേ? മനുഷ്യഭാവം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പട്ടാളക്കാരന്റെ മുഖത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇസ്രായേലി പട്ടാളക്കാരന്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് മനുഷ്യഭാവം കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ, ആ കുട്ടി ആരാണ്? ആ കുട്ടിക്ക് ആരോടെങ്കിലും പകയുണ്ടോ, വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ? എന്താണ് ഒരു കുട്ടിയുടെ സങ്കല്പം? നമ്മുടെ കുട്ടികളുടെ സങ്കല്പം എന്താണെന്ന് ആലോചിച്ചാൽ മതി. അവർക്ക് PP വേണം, മിഠായി വേണം, അവർക്ക് പൂത്തുമ്പികളെ പോലെ പാറി നടക്കണം, പട്ടം വേണം, സ്കൂൾ മുറ്റത്ത് ഓടിക്കളിക്കണം, ചിത്രം വരയ്ക്കണം, പാട്ട് പാടണം, കഥ പറയണം. ഇതല്ലേ അവരുടെ ലോകം. ഈ കുട്ടികളുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെടിയുതിർക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഒരു സൈനികൻ അയാളുടെ ഉള്ളിൽ കരുണയുടെ അംശം ഇല്ലാണ്ടാവുമ്പോഴാണ്. കരുണയുടെ ഒരു അംശം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അയാൾ തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഈ ഏറ്റവും ദയനീയമായ ഭാവം ഉണ്ടല്ലോ, ആ ഭാവം അയാളുടെ മക്കളിലേക്ക് ആ ഓർമ്മയെ കൊണ്ടുപോകും. ഇതുപോലൊരു കുട്ടി അങ്ങേയറ്റത്ത് എന്റെ വീട്ടിലുണ്ട്, അച്ഛാ എന്ന് വിളിക്കുന്ന, ഡാഡി എന്ന് വിളിക്കുന്ന ഒരു പിഞ്ചിളം പൈതൽ. ആ കുട്ടിയുടെ കൊഞ്ചലി കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട്, അത് ഓർക്കുമ്പോൾ ഒരു കുളിര് വരാറുണ്ട് എന്നൊരു സൈനികന് തോന്നിയാൽ ഒരു കുട്ടിയെ എങ്ങനെയാണ് അയാൾക്ക് വെടിവെച്ച് കൊല്ലാൻ കഴിയുക? എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ സംഭവിക്കുന്നത്? സൈനികരുടെ പരിശീലനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ക്രൂരതകൾ ഇങ്ങനെ കണ്ട്, രക്തം കണ്ട്, ഈ അതിസാഹസം നിറഞ്ഞ ഈ മനുഷ്യക്കുരുതി കണ്ട് അതിൽ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ യന്ത്രമാവുന്ന, ആനന്ദിന്റെ ഭാഷയെ പറഞ്ഞാൽ മനുഷ്യൻ യന്ത്രമാവുക. യന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ ഈ വികാരമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മനുഷ്യനെ യന്ത്രമാക്കുന്ന പരിശീലന കളരിയാണ് സൈനിക സംവിധാനം എന്ന് പറയും. നോക്കൂട്ടോ, എന്നാ ഇസ്ലാമിന്റെ സൈനിക സംവിധാനത്തെ കുറിച്ച് പറയുന്നത്, ഒരു കുട്ടി താണുകേണ് കൈകൂപ്പി നിന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയല്ല ഞാൻ പറഞ്ഞത്. ഈ ടെന്റിന്റെ മുകളിൽ കെട്ടിയ ഒരു കിളിക്കൂടിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ആ കിളിക്കൂടിനെ ചൊല്ലിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക സൈനിക മേധാവിയുടെ മുന്നിലേക്ക് സഹാബിമാർ വിഷയം അവതരിപ്പിക്കുന്നത്. ആ കൂടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിന്റെ കോണിൽ ഒരു കിളിക്കൂടുണ്ടെങ്കിൽ, ഒരു പ്രാവ് കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് പൊളിച്ചു പണിയുമ്പോൾ നിങ്ങൾ ആ കൂടെടുത്തിട്ട് പുറത്തേക്ക് തള്ളി എറിയും. അങ്ങനെ എറിയാനുള്ള ശക്തിയില്ല വിശ്വാസി സമൂഹത്തിന്. നബിതങ്ങളെ ഓർക്കുമ്പോൾ, നബിതങ്ങളെ അറിയുമ്പോൾ, നബിതങ്ങൾ അവരെ പഠിപ്പിച്ചത് അതാണ്. നബിതങ്ങൾ പഠിപ്പിച്ച പാഠത്തിന്റെ ഗൗരവം നേർക്ക് നേരെ ബോധ്യപ്പെട്ട ഒരു സഹാബിക്ക് ആ കിളിക്കൂട് പൊളിച്ചെറിയാൻ കഴിയില്ല. അതുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കൂട് അവിടെ നിർത്തി, ആ ടെന്റ് അവിടെ നിർത്തി. ആ ടെന്റ് പൊളിക്കണ്ട എന്ന് പ്രഖ്യാപിച്ചു. ആ ടെന്റ് അവിടെ ഉപേക്ഷിച്ചു. ആ നഗരത്തിന്റെ പേര് ഇന്നും ആ കിളിക്കൂടിനോട് സമാനമായ പേരാണ് എന്ന് നമുക്ക് ആ നഗരത്തെ കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് പേരോർമ്മയില്ലേണ്ട. ആ നഗരത്തെ കുറിച്ച് പറയുന്നത് കിളിക്കൂട് എന്ന ഈജിപ്ഷ്യൻ വാക്കുപയോഗിച്ചിട്ടാണ് ഇന്ന് ആ നാട് അറിയപ്പെടുന്നത്. കണ്ടോ, ഒരു കിളിക്കൂടിനോട് സ്വീകരിക്കുന്ന സമീപനം. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അത്ര തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കേരളത്തിൽ എന്റെ ഗ്രാമത്തിന്റെ പരിസരത്താണ് തേനൂസ്ലിയാർ എന്നറിയപ്പെടുന്ന ഒരു മഹാസൂഫി വര്യനായ ഒരു സാധു മുസ്ലിയാരുണ്ടായിരുന്നു. മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. ഒരു സൂഫി വര്യനായ ഗുരു. അദ്ദേഹം ഇങ്ങനെ പാവം ഇങ്ങനെ നടന്നു പോകും. അദ്ദേഹം ഒരിക്കൽ ദീർഘമായി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്ന് വീട്ടിലെത്തിയിട്ട് കയ്യിൽ ഒരു പലഹാരപ്പൊതി ഉണ്ട്, വീട്ടിലേക്ക് വേണ്ടി കൊണ്ടുവന്നതാ.
ഈ പലഹാരപ്പൊതി തുറന്നു നോക്കി, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തുറന്നപ്പോ അതിനകത്ത് കുറെ ഉറുമ്പുകൾ. ഉടനെ അദ്ദേഹം ആ പലഹാരപ്പൊതി അടച്ചു. എന്നിട്ട് തിരിച്ചു നടന്നു. കിലോമീറ്ററുകളോളം ദൂരം തിരിച്ചു നടന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ആ പൊതി അഴിച്ചിട്ട് ഉറുമ്പിനെ മുഴുവൻ അവിടെ ഉപേക്ഷിച്ചു. ഭ്രാന്ത്, സ്നേഹത്തിന്റെ ഭ്രാന്ത്. എന്തിനാണെന്നറിയോ വന്നത്? ഇതെവിടുന്നാണ് ഈ പലഹാരപ്പൊതിക്കകത്തേക്ക് ഉറുമ്പുകൾ കയറിയത് എന്ന് തേനു മുസ്ലിയാർ ആലോചിച്ചപ്പോ, ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരിടത്ത് വിശ്രമിച്ചിരുന്നു. ആ വിശ്രമിച്ച സ്ഥലത്തിന്റെ പലഹാരപ്പൊതി താഴെ വെച്ചിരുന്നു. ആ പൊതിയിൽ അവിടെ നിന്ന് ഉറുമ്പ് കയറിയതാണ്. ആ ഉറുമ്പിന്റെ സമൂഹത്തിൽ നിന്ന് ഈ ഉറുമ്പുകളെ ഒരിക്കലും കൂട്ടം തെറ്റിക്കാൻ തേനു മുസ്ലിയാരുടെ മനസ്സനുവദിക്കുന്നില്ല. തേനു മുസ്ലിയാർ ആ ഉറുമ്പിനെ അവിടെ ഇറക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം ദൂരം അങ്ങോട്ട് നടന്നു. വേറെ ഒരു ലക്ഷ്യവുമില്ല. എവിടുന്നാണ് തേനു മുസ്ലിയാർക്ക് ഉറുമ്പിനോട് മാളത്തിൽ കാല് വെച്ചാൽ നിങ്ങൾ വേദന കൊണ്ട് അസ്വസ്ഥരാവും, നീറും, അങ്ങനെയുള്ള ഉറുമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള ഈ ചെറുജീവിയോട് ഇങ്ങനെ കാരുണ്യപൂർവ്വം, ഇതിനേക്കാൾ വലിയ കരുണയുണ്ടോ? ഇതിനേക്കാൾ വലിയ കാരുണ്യത്തിന്റെ ഉദാഹരണം പറയാനുണ്ടോ? ഇങ്ങനെ കരുണ പ്രകടിപ്പിക്കണം എന്ന പാഠം തേനു മുസ്ലിയാർ എവിടുന്നാ പഠിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. നബിതങ്ങൾ ഇതേപോലെ ഇങ്ങനെ നടന്നു വരികയാണ്. നബിതങ്ങൾ തനിച്ചല്ല, ഒരു കൂട്ടം സ്വഹാബിമാരും ഉണ്ട്. ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ്. എടത്താവളത്തിൽ വിശ്രമിച്ചതാണ്. വിശ്രമത്തിന്റെ ഭാഗമായി അവർ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരുക്കം കൂട്ടി. നബിതങ്ങൾ വന്നപ്പോ വിറക് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിനോടടുത്ത് ഉറുമ്പിന്റെ മാളം. നബിതങ്ങൾ ഉടനെ സ്വഹാബിമാരോട് പറഞ്ഞു, ആ വിറക് കൊള്ളി കുത്തിക്കെടുത്തു എന്ന് പറഞ്ഞു. വിറക് കൊള്ളി സ്വഹാബാക്കൾ കുത്തിക്കെടുത്തി. അവർക്ക് മനസ്സിലായില്ല എന്തിനാണ്. നബിതങ്ങൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. നബിതങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആഗ്രഹം പോലെ പ്രവർത്തിക്കുക. ഇത്രയേ സ്വഹാബികൾക്ക് അറിയൂ. അതെന്തിന് എന്ന ചോദ്യമില്ല. എന്തിനാണ് ഈ വിറക് കൊള്ളി കുത്തിക്കെടുത്തുന്നത് എന്ന ചോദ്യമില്ല. നബിതങ്ങൾ ചെരിപ്പഴിച്ചു വെച്ചു, ഞങ്ങളും ചെരിപ്പഴിച്ചു വെച്ചു. എന്തിനാ നിങ്ങൾ ചെരിപ്പഴിച്ചു വെച്ചത്? ഞങ്ങൾക്കറിയില്ല നബി. അങ്ങ് ചെരിപ്പഴിച്ചു വെച്ചു, ഞങ്ങളും ചെരിപ്പഴിച്ചു വെച്ചു. ഞാൻ എന്റെ ചെരുപ്പിനടിയിൽ മാലിന്യം ഉണ്ടായത് കൊണ്ടാണ് ചെരുപ്പഴിച്ചു വെച്ചത് സ്വഹാബ. അതൊന്നും അവർക്കറിയണ്ട. അതിന്റെ ശാസ്ത്രയുക്തി അറിയണ്ട, കാര്യകാരണങ്ങൾ അറിയണ്ട. നബിതങ്ങൾ തലകുനിച്ചു, ഞങ്ങളും തലകുനിച്ചു. നബിതങ്ങൾ തലകുനിച്ചത് ഒരു മരത്തിന്റെ ചില്ല ചാഞ്ഞു കിടന്നപ്പോ തല കൊള്ളാതിരിക്കാനാണ്. ഞങ്ങൾ തലകുനിക്കുന്നത് ആ മരവും ശിഖയും ചില്ലയും ഇല്ലാത്ത കാലത്ത് നബിതങ്ങൾ അന്ന് തലകുനിച്ചിരുന്നല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തലകുനിക്കുന്നത്. കാരണം യുക്തി ഒന്നും ഇവിടെ പ്രവർത്തിക്കില്ല. ഇവരെയാണ് നമ്മൾ സ്വഹാബി എന്ന് വിളിക്കുന്നത്. ഇവരാണ് നബിതങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ. ഇവരാണ് മഹോന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ. ഇവരെയാണ് നബിതങ്ങൾ അക്ഷരം പ്രതി കണ്ണടച്ച് അനുകരിച്ചോളൂ എന്ന് പറഞ്ഞത്. ഇവരെ കണ്ണടച്ചിട്ട് വേറൊന്നും നോക്കണ്ട, ഇവരിൽ ആരെയും നിങ്ങൾ അനുകരിച്ചോളൂ. നക്ഷത്ര തുല്യരാണ്. മരുഭൂമിയിൽ ദിക്കറിയാതെ വഴിയറിയാതെ ഉയരുന്ന സമയത്ത് നിങ്ങൾക്ക് ദിഗ്വെളിച്ചം കാണിച്ചു തരുന്ന നക്ഷത്രങ്ങളെ പോലെ. അങ്ങനെയാണ് ഈ സ്വഹാബ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കുത്തിക്കെടുത്താൻ പറഞ്ഞു. അവർ കുത്തിക്കെടുത്തി. എന്താണ് കാരണം എന്ന് നബി തങ്ങൾ പറയുന്നു. കണ്ടില്ലേ, ഉറുമ്പിൻ കൂട് സ്ഥാനം മാറ്റും. ഉറുമ്പിൻ കൂടിനു വേണ്ടി കത്തിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിലെ വിറക് കൊള്ളി കുത്തിക്കെടുത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥാനം മാറ്റാൻ വേണ്ടി കൽപ്പിച്ച പരിശുദ്ധരായ തിരുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തോട് സമം വെക്കാവുന്നത് എന്താണുള്ളത്? ആ കാരുണ്യത്തിന്റെ ഇങ്ങേ തല തേനു മുസ്ലിയാരിൽ പ്രവർത്തിച്ചതാണ് നമ്മൾ നേരത്തെ കണ്ടത്. മറ്റൊരു സൈനിക നീക്കം നമ്മൾ ചെറുതൊന്നുമല്ല. നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൈനിക സന്നാഹം അതേതാണെന്ന് പറയാം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നതാണ്. എവിടേക്കായി വരുന്നത് എന്നറിയോ? ആട്ടി ഓടിച്ച നാട്ടിലേക്ക്, പുറന്തള്ളിയ നാട്ടിലേക്ക്. ഒടുവിൽ അത് കിട്ടുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദത്തിന്റെ അലതല്ലൽ, അനിയന്ത്രിതമായ ആവേശം സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. ഒരു നാട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കി അവിടെ ഉള്ളത് മുഴുവനും അവര് കൈയടക്കി വെച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ചു. എന്നിട്ട് പുറന്തള്ളിയതാ മദീനയിലേക്ക്. അങ്ങനെ മദീനയിൽ നിന്ന് ഇസ്ലാം ശക്തിയായി. എന്നിട്ട് അത് തിരിച്ചു വരികയാണ് മക്കയിലേക്ക്. എങ്ങനെയാ വരുന്നത്? ഒന്നും രണ്ടുമല്ല, ഒരു മഹാപ്രവാഹമായിട്ട്.
ആ മഹാപ്രവാഹത്തിന്റെ സഞ്ചാര വഴിയിൽ പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇടംതിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, നിൽക്കൂ എന്ന് പറഞ്ഞു. യാത്ര നിന്നു. മുഖ്യ സൈന്യാധിപന്റെ കൽപ്പനയാണ്, നിന്നു. ഇനി കാരണം പറയണം. ഒരാൾ ഇവിടെ വന്ന് നിൽക്കൂ. എവിടെ? ജുബൈൽ റളിയല്ലാഹു അൻഹു വന്നു. കൂട്ടത്തിലെ ഒരു യുവാവ്. ആ യുവാവിനെ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണം. ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ ചുറ്റിയാണ് യാത്ര ചെയ്യുക. ഇങ്ങനെ പോയാൽ ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയും പട്ടിക്കുഞ്ഞുങ്ങളും അവരുടെ ശരീരത്തിലൂടെ ഇവരുടെ ഒട്ടകങ്ങൾ, കുതിരകൾ അതിന് മേലെ കൂടെയാണ് പോവുക. അതുകൊണ്ട് ഈ പട്ടിയെയും പട്ടിക്കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സഞ്ചാര വഴി തിരിച്ചുവിട്ടു പരിശുദ്ധരായ തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു സൈനികൻ അവിടെ കാവൽ നിർത്തി. അവസാനത്തെ സൈനികനും മാർച്ച് ചെയ്തതിനു ശേഷം, കടന്നു പോയതിനു ശേഷം, ജുബൈൽ, നീ ഇവിടുന്ന് അനങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. സൈനിക നീക്കം നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണം. ആരെയാണെന്നറിയാം? മനുഷ്യരല്ല, പട്ടി, പ്രസവിച്ച പട്ടി, പട്ടിക്കുഞ്ഞുങ്ങൾ, മൃഗങ്ങളോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയാണിത്. മൃഗങ്ങളോട്. ഇനി മനുഷ്യരെ കുറിച്ച് പറയേണ്ടെന്ന് ഞാൻ പറയാം. എന്തിനാണ് മനുഷ്യരെ കുറിച്ച് പറയണത്? മൃഗങ്ങളോട് ഇങ്ങനെയാണെങ്കിൽ വൃക്ഷലതാദികളോട് അകാരണമായി ഒരു മരം നിങ്ങൾ മുറിച്ചാൽ നരകത്തിൽ തലകീഴായി നിങ്ങളെ ശിക്ഷിക്കപ്പെടും എന്ന് പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു മരം, അപ്പൊ ഒരു മരമല്ലേ നമ്മളെ വീട് നന്നാക്കാൻ? അതൊരു കാരണമാണോ? പഠിക്കേണ്ടി വരും. മുറ്റത്തൊരു വീട്, ഒരു മരമുണ്ട്, ഒരു മരമുത്തച്ഛൻ. അതിന്റെ അടിയിൽ കോടാലി എറിയുമ്പോൾ ശ്രദ്ധ വേണം. ഒരു മരം അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠം അനുസരിച്ച് അകാരണമായി മരം മുറിക്കരുത്. ഒരു വിത്ത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അതിനെ അവഗണിക്കല്ല വേണ്ടത്. ആ വിത്ത് നട്ട് മുളപ്പിക്കണം. എപ്പോൾ? നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിങ്ങൾ ഒരു വിത്ത് മുളപ്പിച്ചാൽ നിങ്ങളുടെ അനന്തര തലമുറ വരാനുണ്ട്. നമുക്കറിയാം, നമ്മളാരും നട്ട മരമല്ല, ആ പഴങ്ങളല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരെയാണ്? നമ്മുടെ ഉപ്പാപ്പ നട്ടതാണ്. നമ്മുടെ ഉപ്പാപ്പ നട്ട മരത്തിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിങ്ങൾ ഒരു വിത്ത് നടുക എന്ന് പറയുന്നതിന്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് അതല്ല. ലോകം ഇന്ന് അവസാനിക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പാണ്, ലോകം ഇവിടെ അവസാനിക്കാൻ പോയി. ഇനി ആർക്കായി ഈ വിത്ത് നടുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ മരം നടുന്നത്? എന്തിനാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത്? ഇതെന്തിനാണ് സംരക്ഷിക്കുന്നത്? അല്ല, ലോകം അവസാനിക്കട്ടെ, അവസാനിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ പണി എന്താണെന്നറിയോ? ഒരു മരം ഭൂമിയിൽ നടുക, ഒരു വിത്ത് കുഴിച്ചിടുക, എന്നിട്ട് പ്രതീക്ഷയോടുകൂടി അങ്ങനെ ലോകം അവസാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയാവുകയാണെങ്കിൽ, ആ വിത്തൊരു മരമാവട്ടെ, അതിൽ നിറയെ ഫലം ഉണ്ടാവട്ടെ. അങ്ങനെ ആ മരത്തിന് മുകളിൽ ഒരു ഫലം ഉണ്ടായാൽ, ഒരു പഴം ഉണ്ടായാൽ, ആ പഴം ഏതോ ഒരു പക്ഷി വന്നിരുന്ന് ഭക്ഷിച്ചാൽ, തിന്നാൽ, അതിന്റെ വിത്ത് ആ പക്ഷി എവിടെയോ കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ, മഴ പെയ്ത് നനവ് പറ്റി ആ വിത്ത് പൊട്ടി അതിൽ നിന്ന് ഒരു തൈ ഉണ്ടായി വന്നാൽ, ആ തൈയുടെ വിത്തിൽ നിന്ന് 1000 തൈകൾ ഉണ്ടായി വന്നാൽ, നിങ്ങൾ മരിച്ച് കാലഗതി പ്രാപിച്ചാൽ, നിങ്ങൾ ഖബറിൽ മണ്ണോട് ചേർന്നാൽ, നിങ്ങളെന്ന ഒരാളെ കുറിച്ച് നിങ്ങളുടെ ദേശത്തുകാർക്ക് തന്നെ അറിയാത്ത കാലം വന്നാൽ, അന്നും ഒരു തൈ ഉണ്ടാകും. നിങ്ങൾ നട്ട മരത്തിന്റെ മുകളിൽ നിന്നുണ്ടായ ഈ ചാക്രിക ക്രമത്തിന്റെ അങ്ങേ അറ്റത്തൊരു തൈ, ഒരു മരം, ആ മരത്തിന് മുകളിൽ ഒരു പഴം. ആ പഴം ആരെങ്കിലും ഭക്ഷിച്ചാൽ, ഒരു പക്ഷി ഭക്ഷിച്ചാൽ, ഒരു പുഴു തിന്നാൽ, ഒരു അണ്ണാറക്കണ്ണൻ തിന്നാൽ, വേണ്ട, ആ മരത്തിന്റെ ചില്ലയിൽ ഒരു കിളി കൂടുകൂട്ടിയാൽ, ആ മരത്തിന്റെ ഇളം നാമ്പൊരു പുഴു തിന്നാൽ, അതിന്റെ പ്രതിഫലം ആരാണ് എന്നാർക്കും അറിയാത്ത, ഇത് നട്ടതാരി എന്നാർക്കും അറിയാത്ത, ആ ഒരു കാലത്തും മണ്ണോട് ചേർന്ന് കിടക്കുന്ന നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം വന്നു ചേരും എന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധരായ തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു വിശ്വാസി എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കുക? എത്ര തൈ നടണം നമ്മൾ?
എന്താണ് നമ്മളോട് പഠിപ്പിച്ചത്? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി തൈ നടൽ ക്യാമ്പയിൻ നടത്തുക, മരം നടുക, മരം നട്ട് സംരക്ഷിക്കുക, മരം വളർത്തുക, ഇതൊക്കെ വലിയ ക്യാമ്പയിനായിട്ട് വരുന്നത് ഈ അടുത്ത കാലത്താണ്. ഞാൻ ഈ ഒരു അടുത്ത കാലത്തൊരു പ്രഭാഷണം കേട്ടിട്ടുണ്ട്. മാർക്സിനെ കുറിച്ചാണ് പറയുന്നത്. മാർക്സ് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല എന്ന് മാർക്സിയൻ തത്വചിന്തകർ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. നോക്കൂട്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറയുന്നത് മരം നടുകയും അത് നട്ട് വളർത്തി സംരക്ഷിച്ചാൽ കിട്ടുന്നതിന്റെ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുകയും, ഒന്നും ചെയ്യണ്ട, വേറെ ഒരു പ്രവർത്തനവും നടത്തണ്ട, ഭൂമിയിലുടനീളം തൈ നട്ട് നടക്കൂ, ഇതല്ലേ പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് ചെയ്യാവുന്നത്ര വിത്ത് നട്ടോളൂ എന്നാണ് പറഞ്ഞത്. ഈ കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാഠം കൂടിയാണ്. കൃഷിയോഗ്യമായ ഭൂമി, ഈ ഭൂമി നമ്മൾ ഇങ്ങനെ വാങ്ങി കൂട്ടിയാൽ പോരാ. ഭൂമിയോട് ചെയ്യേണ്ട ഒരു ധർമ്മമുണ്ട്. ഭൂമിയോട് ചെയ്യേണ്ട ധർമ്മം എന്താ? അതിനെ തരിശിടലല്ല, കൃഷി ചെയ്യലാണ്. ഭൂമി കൃഷി ചെയ്യണം. കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി അത് പിടിച്ചെടുക്കും ഇസ്ലാമിക ഭരണകൂടം. എന്നിട്ട് കൃഷിക്ക് യോഗ്യരായ ആൾക്കാർക്ക് കൊടുക്കും. കൃഷിയുടെ ദേശസാൽക്കരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ്, അടുത്ത കാലത്താണ്. അതിന്റെയും കാലങ്ങൾക്ക് മുമ്പ് ഇസ്ലാം അതൊരു നിയമമാക്കി വെച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇതാണ് കൃഷി. കണ്ടോ, പ്രകൃതിയോടുള്ള നബി തങ്ങളുടെ കരുണ, പ്രകൃതിയോടുള്ള, ഈ മരത്തോടുള്ള, ഇവിടെ നട്ടുപിടിപ്പിക്കേണ്ട ചെടികളോടുള്ള, മലകളും കുന്നുകളും നമ്മൾ തുരന്ന് നശിപ്പിക്കരുത് എന്ന പാഠം, അതൊക്കെ ഭൂമിയുടെ ആണിക്കല്ലാണ്. നശിപ്പിക്കരുത്, അത് ഇളക്കരുത്. ഇളക്കിയ എന്താ സംഭവിക്കുക? പിഴുതു മാറ്റി എന്താ സംഭവിക്കുക? പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ മലകളൊന്നും ഇങ്ങനെ ഇടിച്ചു പൊളിച്ച് നിരത്താനുള്ളതല്ല. എന്തിന്റെ പേരിലാണെങ്കിൽ നോക്കൂ, പ്രകൃതിയോടുള്ള നബി തങ്ങളുടെ കരുതൽ കണ്ടോ. എന്തുകൊണ്ട്? ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള സ്വാർത്ഥതയിൽ നിന്നാണ് നമ്മളൊക്കെ മുറിക്കുക. ഒരു മരം മുറിക്കുന്നത് എന്താ അറിയോ? ഇത് എന്റേതാണ്, ഈ മരം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ അടിയിൽ മഴയെറിയാന്ന് തോന്നുക. ഈ മല എന്റേതാണ്, ഇത് എനിക്ക് തുരക്കാനുള്ളതാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ മലയൊക്കെ തുരക്കും. എല്ലാം തോട്ട വെച്ച് പൊട്ടിക്കും, പുഴയൊക്കെ മണലൊക്കെ ഊറ്റും. ഇതൊക്കെ എന്റേതാണ്, എനിക്കാണ്. നോക്കൂ, ഇത് ഇന്നലെ ചെയ്തിരുന്നുവെങ്കിൽ, തൊട്ട് കഴിഞ്ഞു പോയ തലമുറ ഉണ്ടല്ലോ, അവര് ഈ പുഴയിലെ മണൽ മുഴുവൻ വാരിയിരുന്നുവെങ്കിൽ, ഈ മലകൾ മുഴുവൻ ഇടിച്ച് പൊളിച്ചിരുന്നുവെങ്കിൽ, ഈ പ്രകൃതി മുഴുവനും നശിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഈ പ്രകൃതി ഉണ്ടോ? മലയുണ്ടോ? കുന്നുണ്ടോ? പുഴയുണ്ടോ? അപ്പൊ ഇത് ആർക്കുള്ളതാണ്? ഇത് നിങ്ങളുടേതല്ല, ഇതൊരു അമാനത്താണ്. ഇത് വരാനിരിക്കുന്ന മുഴുവൻ സമൂഹത്തിനുള്ളതാണ്. അവർക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ നശിപ്പിക്കരുത്. വരാനിരിക്കുന്ന ഒരുപാട് സമൂഹത്തിന്റെ അവർക്ക് ജീവിക്കാനുള്ള ഈ ഭൂമിയെ നശിപ്പിക്കരുത് എന്ന പാഠം 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രകൃതിയോടുള്ള കരുണ. കിണർ വെള്ളം ഏറ്റവും അമൂല്യമായത്. നാളെ സംഭവിക്കാൻ പോകുന്ന യുദ്ധം വെള്ളത്തിന് വേണ്ടിയാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ വെള്ളം എന്ത് വേണം? വെള്ളം നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കുത്തിയ കിണറിലെ വെള്ളം എന്റേതാണെന്ന. അല്ല, നിങ്ങളതല്ല. വെള്ളത്തിന്റെ ജലനയം പ്രഖ്യാപിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജലനയം വെറുതെ പ്രഖ്യാപിക്കില്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്. നമുക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. മദീനയ്ക്ക് വേറൊരു വിശേഷമുണ്ട്. മദീന ഏറ്റവും സമ്പന്നമായ കൃഷി നടത്താൻ യോഗ്യമായ മണ്ണാണ്, കൃഷിയോഗ്യമായ ഭൂമിയാണ്. മദീനയിൽ കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം. വെള്ളം ആരുടെ കയ്യിലാണ്? ഒട്ടുമിക്ക കിണറുകളും ജൂതന്മാരുടെ കയ്യിലാണ്. ചില പ്രത്യേക മുതലാളിമാരുടെ കയ്യിലാണ്, കുത്തക മുതലാളിമാരുടെ കയ്യിൽ. വെള്ളം അവർ വിലക്ക് വിൽക്കും. വെള്ളം അവർ വിൽക്കും. നോക്കൂ, ഇസ്ലാമിന്റെ ഇടപെടലുണ്ടോ നിങ്ങൾ? ആദ്യം വൃത്തികേടായി കിടക്കുന്ന കിണറുകൾ മുഴുവനും ശുചീകരിക്കും. നബിയും സഹാബികളും ചേർന്നിട്ട്, എല്ലാവരും കൂടി ചേർന്നിട്ട് വെള്ളം ശുദ്ധിയാക്കും. വെള്ളം ശുദ്ധിയാക്കാൻ നബി തങ്ങൾ ഇങ്ങനെ ചളിവാരി പുറത്തേക്ക് കളയുക മാത്രമല്ല ചെയ്യുക. നബി തങ്ങളുടെ അമൂല്യമായ ദിവ്യൌഷധമായ എല്ലാ വൃത്തികേടുകളെയും മാലിന്യങ്ങളെയും സംസ്കരിക്കാൻ മാത്രം ശക്തിയുള്ള ഉമിനീര് ഉപയോഗിച്ച് ആ കിണറിലെ വെള്ളത്തെ ശുദ്ധീകരിക്കും. ഒരു കിണറല്ല, പല കിണറുകൾ. എന്നിട്ട് ആ കിണർ പൊതു കിണറായിട്ട് പ്രഖ്യാപിക്കും. കിണറിന്റെ ദേശസാൽക്കരണം എല്ലാവർക്കും ഉപയോഗിക്കാം. ആരും വന്ന് കിണറിൽ നിന്ന് വെള്ളമെടുക്കും. അവർ കുടിക്കാൻ ഉപയോഗിക്കും, അവർ കൃഷി ചെയ്യാൻ ഉപയോഗിക്കും, അവരവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ കിടന്നിരുന്ന സ്വകാര്യ കിണറുകൾ മുഴുവനും
ഏറെക്കുറെ പ്രധാനപ്പെട്ട എല്ലാ കിണറുകളും നബി തങ്ങൾ വില കൊടുത്തു വാങ്ങി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ കിണറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിരുന്നത്. ഏതാണ്ട് 10-20ഓളം കിണറുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ കിണറുകൾ മുഴുവൻ വാങ്ങിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുക? അതൊക്കെ പൊതു സമൂഹത്തിന് വിട്ടുകൊടുക്കും. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള, ഇതുവരെ ഒരാളുടേതായിരുന്നു, ഇനി മുതൽ ഇത് എല്ലാവരുടേതുമാണ്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും. മദീനയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മദീനയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കിണറിനെ കുറിച്ചല്ല ഇത് പറയണത്. മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, അവരെക്കാൾ കൂടുതൽ അവിശ്വാസികൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, മദീനയിൽ സൗരാഷ്ട്രരുണ്ടായിരുന്നു, അവിടെ അഗ്നി ആരാധകരുണ്ടായിരുന്നു. ഇങ്ങനെ പല മതം, പല ചിന്തയുള്ള യുക്തിവാദികൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഈ കിണറുകൾ ഉപയോഗിക്കാം. മതത്തിന് വിശ്വാസികൾക്ക് മാത്രമുള്ള കിണറല്ല, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമുള്ള കിണർ. ചില കിണറുകളൊക്കെ വാങ്ങാൻ വേണ്ടി വലിയ വില പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് സ്വർഗ്ഗമാണ്. സ്വർഗത്തിൽ മനോഹരമായ കിണർ, സ്വർഗത്തിൽ മനോഹരമായ ഉദ്യാനം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ വില കൊടുത്തിട്ട് കിണർ വാങ്ങിയിട്ട് അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കും. ഇനി ജലനയം പ്രഖ്യാപിക്കും, നിങ്ങളുടെ കിണർ നിങ്ങളുടേതല്ല, നിങ്ങളുടെ കിണറിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങൾ വാങ്ങിയ വില കൊടുത്ത് വാങ്ങിയ കിണറിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കിണറിലെ വെള്ളം നിങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലെ മൃഗങ്ങൾക്കല്ല അതിന്റെ അവകാശം, പിന്നെ അയൽവാസിക്കാണ്. മൂന്നാമത്തെ അവകാശി നിങ്ങളുടെ വീട്ടിലെ മൃഗങ്ങളാണ്, നാലാമത്തെ അവകാശി അയൽവാസിയുടെ വീട്ടിലെ മൃഗങ്ങളാണ്, അഞ്ചാം അവകാശി നിങ്ങളുടെ വീട്ടിലെ സസ്യലതാദികൾ കൃഷിയിടാണ്, ആറാമത്തെ അവകാശി അപ്പുറത്തുള്ള കൃഷിയിടമാണ്. കണ്ടോ ഇസ്ലാമിന്റെ ജലനയം, ഇസ്ലാമിന്റെ കരുണ. സ്വന്തം സ്വാർത്ഥതയല്ല, എനിക്കല്ല, എന്റെ കുടുംബത്തിനല്ല, എന്റെ സമൂഹത്തിനല്ല, മുഴുവൻ സമൂഹത്തിനും, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി. മദീന എന്തുകൊണ്ട് സമ്പന്നമായി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇസ്ലാം. നബി തങ്ങളുടെ ഓരോ നിലപാടും ഓരോ പാഠവും വിശ്വാസികളെ ഇങ്ങനെ പാകപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ? മൃഗങ്ങളോടുള്ള നബി തങ്ങളുടെ കരുണയുടെ ഒരു ചില സാമ്പിളുകളാണ് ഞാൻ പറഞ്ഞത്. പ്രകൃതിയോടുള്ള നബി തങ്ങളുടെ കരുണയുടെ സാമ്പിളുകൾ, അതിവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഇനി മനുഷ്യരോടുള്ളത്, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി തന്നെ കേട്ടോ, ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. ഇനി മനുഷ്യരോടുള്ളത് പ്രത്യേകം പറയണം. നബിതങ്ങളോട് ശത്രുത പുലർത്തിയവരോട് നബിതങ്ങൾ എന്ത് സമീപനം സ്വീകരിച്ചു? ഇനി മേലിൽ ഈ ശത്രുത പുലർത്താനിരിക്കുന്നവർ, അവരോട് നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇതൊന്ന് പരിശോധിച്ചു നോക്കി. എന്താണ് നബിതങ്ങൾ അവരോട് സ്വീകരിച്ച സമീപനം? നേരത്തെ ഞാൻ അബൂജഹലിനെ കുറിച്ച് പറഞ്ഞില്ലേ? അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു, അബൂ സുഫിയാനെ കുറിച്ച് പറഞ്ഞു, ഇക്രിമയെ കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെ നബിതങ്ങളുടെ ശത്രുക്കളായിരുന്നു. ഇവരുടെ ഈ ശത്രുത എപ്പോഴാണ് ഒലിച്ചുപോയത്, ഇല്ലാണ്ടയായത്? നിവൃത്തികേടിന്റെ ഭാഗമായിട്ട് അവര് ഇങ്ങനെ വഴങ്ങിക്കൊടുത്തതല്ല. ഞാൻ ഒരു സംഭവം പറയാം. നബിതങ്ങൾ മദീനയിലാണ്. ബദർ കഴിഞ്ഞു. ബദറിൽ വലിയ ആൾനാശം ഉണ്ടായി മക്കക്കാർക്ക്. അങ്ങോട്ട് തല്ലാൻ പോയതാ, മദീനക്കാർ ഇങ്ങോട്ട് വന്നതല്ല. ഇവിടുന്ന് മദീനയെ പുറന്തള്ളി, മദീനയിലെ മക്കയിലെ വിശ്വാസികളെ മുഴുവൻ മദീനയിലേക്ക് തള്ളി, ഒഴിവാക്കി, പ്രയാസപ്പെടുത്തി, കാഷ്ടപ്പെടുത്തി, ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ചരിത്രമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല. അത് അതിന്റെ ഒരു പ്രാരംഭം മാത്രം വേണമെങ്കിൽ ഒന്നിങ്ങനെ പറഞ്ഞു വെക്കാൻ ഞാൻ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തതല്ല, മനസ്സിലാവാൻ വേണ്ടി മാത്രം. യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു മകനാണ്, ഭാര്യയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. ഇവര് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അബൂജഹലിന് കലി കയറി. ഇസ്ലാമിന്റെ പ്രാരംഭകാല ഇവരിങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയാൽ ദുർബലരാണ് ഇവരൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ദുർബലന്മാർക്കും, എന്ന് പറഞ്ഞാൽ അവിടെ അബൂജഹലിന്റെ അപ്രമാദിത്വമാണ്, സമ്പന്നരുടെ മേൽക്കൈയാണ്. അവിടെ എല്ലാറ്റിന്റെയും നിയമം അത് അബൂജഹൽ പറയണം, അല്ലെങ്കിൽ അബൂ സുഫിയാൻ പറയണം, ഉമയ്യ പറയണം, ഷൈബത്ത് പറയണം, ഉത്ബത്ത് പറയണം. ഇവരുടേതാണ് നിയമം. ഇവരാണ് ആ സമൂഹത്തെ മുഴുവൻ ഭരിക്കുന്നത്. അവരുടെ ഇംഗിതത്തിന് അനുസരിച്ച് നിൽക്കണം. അതിനെതിരെ നിന്നാൽ, അതിനെതിരെ നിൽക്കരുത് ആരും. ബാക്കിയുള്ളവരൊക്കെ അരച്ച് തേക്കും, ചവിട്ടി അരയ്ക്കും. അപ്പൊ അതിനെതിരെയായി ഉയർന്നു വരുന്ന ഒരു ശക്തി ഇവിടെ ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്ന തോന്നലിൽ നിന്നുള്ള ഈ പ്രമാണിമാരുടെ, ഈ മക്കയിലെ ജന്മിമാരുടെ അവരുടെ ഇടപെടലാണ്.
അവര് നേരെ യാസിർ കുടുംബത്തെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ, സുമയ്യ ബീവിയെ ബലം പ്രയോഗിച്ച് മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു. ഇതൊക്കെ ആദ്യഘട്ടമാട്ടോ. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്നും പഠിക്കുന്നതിന് മുമ്പാ ഇസ്ലാമിനെ ശരിയായി ഇങ്ങനെ മനസ്സിലാക്കി പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ പ്രാരംഭ ദശയാണ്. ആ പ്രാരംഭ ഘട്ടത്തിലാണ് ഈ പീഡനങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. ആ പീഡനങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സുമയ്യ ബീവി സുന്ദരിയായിരുന്നു. സുന്ദരിയായ സുമയ്യ ബീവിയെ യാസിർ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി മക്കത്ത് വന്നപ്പോൾ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സുന്ദരിയായ സുമയ്യ ബീവിയെ നഗ്നയാക്കി. എന്നിട്ട് അവർ തെരുവിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയി. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം നടത്തി, ക്രൂരമായി തല്ലി ചതച്ചു. ശരീരത്തിലൂടെ തലങ്ങും വിലങ്ങും ഈത്തപ്പനയുടെ പത്തല് ചെത്തിക്കൂർപ്പിച്ച് കയറ്റി കാലിന്റെ പാദത്തിനടിയിൽ തുളയിട്ടു. അതിക്രൂരമായി കൈകാര്യം ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ചുറ്റും നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബൂജഹല്. ആളുകളുടെ മുമ്പിൽ നിന്നിട്ട് പരസ്യമായിട്ട് ഇസ്ലാമിനെ എതിരെ സംസാരിക്കാൻ, നബിതങ്ങൾക്കെതിരെ സംസാരിക്കാൻ, മതം വിട്ടുവെന്ന് പറയാൻ. എത്ര ക്രൂരത ചെയ്താലും അവർ പിന്നെയും അല്ലാഹു അഹദ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കലി കയറുന്നു ഇവർക്ക്. ഒടുവിൽ കണ്ടു നിൽക്കുന്ന ഉത്ബത്തിനും ശൈബത്തിനും അതിൽ ഒരാൾ ഇങ്ങനെ പ്രഖ്യാപിക്കും, അബൂജഹലെ വെറുതെ മെനക്കെടണ്ട, യാസിർ കുടുംബം മതത്തിനെതിരെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല. അപ്പോ അബൂജഹലിന് ഒന്നുകൂടി മുറുകി. അബൂജഹൽ അങ്ങനെയാണെങ്കിൽ ഞാനിവരെ കൊണ്ട് മാറ്റി പറയിക്കും. ശൈബത്ത് അങ്ങനെ നീ മാറ്റി പറയിച്ചാൽ ഞാൻ നിനക്ക് എന്റെ കയ്യിലുള്ള ഇത്ര ഒട്ടകങ്ങൾ തരും. അത് കേട്ടപ്പോ ഉത്തുബത്തും പറഞ്ഞു ഞാനും തരും സമ്മാനമായി, അതൊന്ന് കാണണം. ഈ വാശി കയറിയ അബൂജഹല് ഇവരെ ഒന്നടങ്കം വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നിട്ട് നട്ടുച്ച സമയത്തെ പൊരിവെയിലത്തെ ചുട്ടുപൊള്ളുന്ന മണൽ ഭൂമിയിൽ മലർത്തിക്കിടത്തി, വസ്ത്രമില്ലാണ്ട് തല്ലിച്ചതച്ചു. തലങ്ങും വിലങ്ങും ഒരക്ഷരം ഉരിയടിയില്ല. അവസാനം സുമയ്യ റളിയല്ലാഹു അൻഹായുടെ ശരീരത്തിൽ നാഭിയിലേക്ക് ചുട്ടുപിടിപ്പിച്ച ഇരുമ്പ് തണ്ട് കുത്തി ഇറക്കി. എന്നിട്ട് പച്ചയ്ക്ക് കൊന്നു അബൂജഹൽ. ഇതാണ് അബൂജഹൽ. എന്നിട്ടും ദേഷ്യം ശമിച്ചില്ല. നിനക്ക് കഴിയില്ല എന്ന് അപ്പോഴും അപ്പുറത്തുള്ളവരിങ്ങനെ ആർത്തു വിളിച്ചു. അബൂജഹൽ നീ തോറ്റിരിക്കുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത, തോറ്റുകൊടുക്കാൻ ഒട്ടും അതിനുവേണ്ടി മനസ്സ് കാണിക്കാത്ത അബൂജഹല് പിന്നെ യാസിർ റളിയല്ലാഹുവിനെയും കൊന്നു. ആ സമയത്ത് അയാൾക്ക് മടുത്തിട്ട് കയ്യും കാലും കഴിച്ചിട്ട് അവിടെ ടച്ച് പോയതാണ് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ. ആ രംഗം ഒന്ന് വെറുതെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. ഇതാണ് ആകെയുള്ള അബൂജഹല് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് മക്കയിൽ നിന്ന് വിശ്വാസികൾ മദീനയിലേക്ക് പോയത്. അങ്ങനെ മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്ന് സുരക്ഷിതമായി അവരവിടെ വിശ്വസിച്ച് ജീവിക്കുക. അപ്പൊ മദീനയിലേക്ക് ചെന്നു മക്കക്കാർ. അവിടെ സ്വസ്ഥത കൊടുത്തില്ല. ഇവിടെ വിശ്വാസികൾ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് മുഴുവനും എടുത്തിട്ട് വിൽപ്പന നടത്തി, അതുകൊണ്ട് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കി. എന്നിട്ട് മദീനയിൽ ചെന്ന് വിശ്വാസികളെ ആക്രമിച്ച് അവിടെയുള്ള മദീനയിലെ അൻസാരികളോട്, മദീനയിലെ പ്രമുഖരുമായി സംസാരിച്ച് അവരുമായി ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒന്നുകിൽ നിങ്ങൾ മുഹമ്മദിനെയും അനുയായികളെയും പുറന്തള്ളണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കരുത്, ഞങ്ങൾ അവരെ ആക്രമിക്കും, അവരാക്രമിക്കുന്നത് തടയാൻ വന്നാൽ മദീനയെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് ഭീഷണി മുഴക്കി അബൂജഹലും സംഘവും. എന്നിട്ടൊക്കെയാണ് ബദർ ഉണ്ടാവുന്നത്. വെറുതെ ഉണ്ടായതല്ല. എന്നിട്ട് ഇവിടെ നിന്ന് മദീനയിൽ ചെന്ന് ആക്രമിക്കാൻ പോയവരെ പ്രതിരോധിച്ചതാണ്. നബിതങ്ങളും സഹാബാക്കളും വളരെ ചെറിയ ഒരു സംഘം ആളുകളും നിരായുധരായ, ആയുധമില്ലാത്ത ഒരു ചെറു സംഘം അബൂ സുഫിയാന്റെ കച്ചവടച്ചരക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പോയതല്ല. അവരുടെ സ്വന്തം സ്വത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ. മക്കയിൽ അവർ ഉപേക്ഷിച്ചു പോയ സ്വത്ത് മുഴുവനും കൈയടക്കി വെച്ച് അത് വെച്ച് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അബൂ സുഫിയാനെ അയാളുടെ കയ്യിൽ നിന്ന് ആ ചരക്കുകൾ തിരിച്ചെടുക്കാൻ, മുസ്ലിം സമ്പത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു മാർച്ചായിരുന്നു, ഒരു സമരമായിരുന്നു ബദർ. അതൊരു യുദ്ധമായി പരിണമിച്ചതാണ്. എന്നിട്ട് തന്നെയും മുഖാമുഖം കണ്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധം ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ചെയ്ത പണികൾ ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ. അബൂജഹലിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുക ആർക്കാണ് എന്ന് മനസ്സിലാക്കി അബൂജഹലിന്റെ മരുമകനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ധി സംഭാഷണത്തിന് വേണ്ടി നിയോഗിച്ചു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് ഈ യുദ്ധം വേണ്ട എന്ന അവസാന വട്ടം വരെ ശ്രമിച്ചു. ആരെന്നറിയോ? ഈ യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നും അതിൽ ഇവിടെ ആരൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നും ആരൊക്കെ ബാക്കിയാവുമെന്നും ഇസ്ലാമിന് ഉണ്ടാക്കാൻ പോകുന്ന വിജയത്തെക്കുറിച്ചും ഒക്കെ അക്ഷരം പ്രതി സഹാബാക്കളോട് എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വേണ്ടാന്ന് വെച്ച് വളരെ ക്രിയാത്മകമായി ആത്മാർത്ഥമായി തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി അബൂജഹലുമായി സംസാരിക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട. ഇനി യുദ്ധം ഉണ്ടാകുമ്പോൾ തന്നെയും പറയണത് എന്താ അറിയോ? ഞങ്ങൾ ആദ്യം ആയുധം എടുക്കൂല എന്നാ. നിങ്ങളുടെ ആയുധത്തിന് മുകളിൽ പിടിമുറുക്കുമ്പോഴല്ലാതെ ഞങ്ങളുടെ ആയുധത്തിൽ പിടിമുറുക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുകയല്ലാതെ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ആക്രമിക്കില്ല. ഇതൊക്കെയാണ് ബദർ. എന്നിട്ടാണ് ബാക്കിയൊക്കെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇങ്ങനെ ബദറിൽ പരാജയം ഏറ്റുവാങ്ങിയ മക്കക്കാർ തിരിച്ചു വന്നപ്പോ രണ്ടുപേരിൽ ഇരുന്ന് ചർച്ച ചെയ്യണം. ഉമൈറും സഫ്വാനും ഇവരിരുന്ന് ചർച്ച ചെയ്യുന്ന എന്താ അറിയോ? മുഹമ്മദിനെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഒരാൾ മറ്റേയാളോട് പറയും, ഞാൻ ചെയ്യുമായിരുന്നു, അത് എനിക്കതിന് കഴിയുമായിരുന്നു, പക്ഷേ എന്നെ പിടിക്കപ്പെടും, ഞാൻ വധിക്കപ്പെടും. അങ്ങനെ വധിക്കപ്പെട്ടാൽ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, കടമുണ്ട്, എൻ്റെ കുടുംബമുണ്ട്. ഇവരൊക്കെ എങ്ങനെ പുലരും? ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? ഇതാലോചിച്ചുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ എപ്പോഴേ ഇറങ്ങി എന്ന് സഫ്വാൻ. ഉമൈർ അപ്പൊ സഫ്വാൻ പറഞ്ഞു ഉമൈറിനോട്, നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം, നിങ്ങളുടെ ബാധ്യതകളുടെ കാര്യം എല്ലാം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഉമൈർ നബിയെ വധിക്കാൻ വേണ്ടി വാളിന് മൂർച്ച കൂട്ടി, വാള് വിഷം പുരട്ടി അങ്ങനെ പോയതാ. പക്ഷെ മദീനത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വകാര്യതകൾ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വിശ്വാസിയായി കൊല്ലാൻ വേണ്ടി പോയ ആൾ വിശ്വാസിയായി. ഇതെന്നിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുഴുവൻ കാണാൻ പറ്റുക. അങ്ങനെ വിശ്വാസിയായി തിരിച്ചു പോരുകയാണ്. എപ്പോ? മക്കം ഫത്തഹിന് നാട്ടിൽ വന്നപ്പോ സഫ്വാൻ ഓടി രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, തല പോകുമെന്ന് ഉറപ്പായി. അദ്ദേഹം നാട് വിടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ആത്മസുഹൃത്താണ്, നേരത്തെ മുസ്ലിമായ ആൾ. അദ്ദേഹം പിന്നാലെ ഓടി ചെന്നിട്ട് പറഞ്ഞു, പോവണ്ട, ഇവിടെ നിന്നോളൂ, നബി നിങ്ങൾക്ക് മാപ്പ് തരും. അയാൾക്ക് വിശ്വാസമാവുന്നില്ല, അതിന് മാത്രം ക്രൂരത ചെയ്തിട്ടുണ്ട്. ചെന്നാൽ കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പ്, അതുകൊണ്ട് തിരിച്ചു വരാൻ ഭയം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ വഞ്ചിക്കുകയല്ലേ, പറ്റിപ്പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനല്ലേ, എന്റെ തലയെടുക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വാസിയായി നിങ്ങൾ സൂത്രം മെനയല്ലേ? അപ്പൊ സുഹൃത്ത് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പ്രവാചകന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവ് അത് കാണിച്ചു കൊടുത്തു. അപ്പൊ വിശ്വാസമായി. തിരിച്ചു വന്നിട്ടും വിശ്വാസിയായില്ല. കുറെ ദൂരെ നിന്നിട്ട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എന്നെ വധിക്കുവോ, എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മദീനയിലേക്ക് തിരിച്ചു വന്നത്. കണ്ടോ, ആരാണിത്? നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടയാൾ. ഒരു വേള കയ്യിൽ കിട്ടിയാൽ തിരിച്ച് അയാളെ ബന്ദിയാക്കുകയും അയാൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച നബി തങ്ങളുടെ പ്രഖ്യാപിത ശത്രു. ഇത് മക്കം ഫത്തഹിൽ ഒരു സംഭവമല്ല. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഞാൻ അതാണ് നേരത്തെ ആ കഥ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ഏത്? യാസിർ കുടുംബത്തിന്റെ ചരിത്രം ഒന്ന് പറഞ്ഞു വെച്ചത്. യാസിർ കുടുംബത്തെ മാത്രമല്ല കേട്ടോ, ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ പറയാം. നബി തങ്ങളുടെ കാരുണ്യത്തിന്റെ ഒരു മഹാരൂപം നമുക്ക് ദൃശ്യമാവാൻ വേണ്ടി മാത്രം. നബി തങ്ങളുടെ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി തങ്ങൾ വിവാഹം കഴിച്ച നബി തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയുടെ പേര് സൗദ റളിയല്ലാഹു അൻഹ. സൗദ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ പേര് പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, പെട്ടെന്ന് മറന്നുപോയതാണ്. ചിലപ്പോൾ കിട്ടണം, ഞാൻ പറയാം. മുസ്ലിം ആയിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചയാളാണ്. ഇസ്ലാം സ്വീകരിച്ചു. അവര് മക്കയിൽ ദുർബലരാണ്. മക്കയിലെ പ്രമുഖരുമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചു വിട്ടു. ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ആ സന്ദർഭമൊക്കെ നടക്കുന്ന സമയത്താണ്. അങ്ങനെ സഹിക്കാൻ കഴിഞ്ഞില്ല. സൗദ റളിയല്ലാഹു അൻഹയെ വീട്ടിൽ കയറി ആക്രമിച്ചു. അങ്ങനെ വീട്ടിൽ കയറി ആക്രമിച്ചു. വീട്ടിൽ സ്വസ്ഥത കൊടുക്കാതെ ആയ സന്ദർഭത്തിലാണ് നബി തങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ സൗദ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവും നേരെ എത്യോപ്യയിലേക്ക് പോയി. നജ്ജാഷിയുടെ
രാജ്യത്തേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് ശാന്തമായി എന്ന ഒരു റൂമറിന്റെ അടിസ്ഥാനത്തിൽ, കിംവദന്തിയുടെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നു മക്കയിലേക്ക്. ഇവിടെ വന്നപ്പോൾ കഥ മാറിയിട്ടൊന്നുമില്ല, പഴയതുപോലെ തന്നെയാണ്. 1-2 പേര് ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്, പ്രമുഖരായ 1-2 പേര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ. രംഗം പഴയതുപോലെ തന്നെയാണ്. ആ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സൗദ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പ്രായാധിക്യം കൊണ്ട് രോഗം വന്ന് മരണപ്പെട്ടു, വഫാത്തായി. ഇനി ഈ കുടുംബത്തിന് സംരക്ഷിക്കാൻ ആരുമില്ല. സൗദ ബീവിയുടെ വയസ്സ് 50. നബിതങ്ങൾ പ്രിയതമ ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം വിവാഹത്തെക്കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. മുഴുവൻ സമയം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് മാത്രം, അതിൻ്റെ അപ്പുറത്ത് കുടുംബം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു പോലും ഇല്ലാത്ത ഒരു സന്ദർഭം. പലപ്പോഴായി സഹാബിമാർ ഭാര്യയെ കുറിച്ച് പറയുന്നുണ്ട്. നബി തങ്ങൾക്ക് ഒരു ഭാര്യയെ വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നു. ആ സമയത്താണ് സൗദ റളിയല്ലാഹു അൻഹയുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം. ഇനി ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വയ്യ, അത്രയും പ്രയാസം അനുഭവിക്കുന്നു. അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. എന്നാൽ മക്കയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു അത്യനാചാരമുണ്ട്. വിധവകളെ വിവാഹം കഴിക്കുക എന്നത് അസാധ്യമായ കാലം, വിധവകളെ വിവാഹം കഴിക്കാത്ത കാലം, അത് അനുവദിക്കപ്പെടാത്ത കാലം. ആ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിപ്ലവം കുറിക്കുകയാണ്. സൗദ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം അന്വേഷിക്കുന്നു. സൗദ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഖൗല റളിയല്ലാഹു അൻഹയെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് വിവാഹം അന്വേഷിക്കണം. അവരെന്നെ അത്ഭുതപ്പെട്ടു പോകും, അങ്ങനെ ഒന്നും സംഭവിക്കുമോ എന്നതിനെ കുറിച്ച്. അപ്പോൾ ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് വന്നിരിക്കുന്നയാൾ സത്യസന്ധയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. സൗദ റളിയല്ലാഹു അൻഹയെ നബിതങ്ങളുടെ വിവാഹം കഴിച്ചത്, നബിതങ്ങളുടെ വിവാഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും ആലോചിക്കണം കേട്ടോ. മക്കയിലെ കുഫാറുകൾ തന്നെ നബിതങ്ങളെ ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതിനു വേണ്ടി മെനക്കെടുന്ന സമയത്താണ് ഒരിക്കലും ആക്ഷേപം പറയാൻ പറ്റാത്ത വണ്ണം നബിതങ്ങളെക്കാൾ പ്രായക്കൂടുതലുള്ള സൗദ റളിയല്ലാഹു അൻഹയെ നബിതങ്ങൾ വിവാഹം കഴിക്കുന്നത്. വേണമെങ്കിൽ തരുണീമണികളായ സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാൻ വേണ്ടി കൊതിച്ചിരുന്ന കാലത്ത് നബിതങ്ങൾ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്നറിയോ? ഒരു കുടുംബത്തെ സഹായിക്കാൻ. ഞാൻ നേരത്തെ ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ സഹായിക്കാനല്ല, വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ വിധവകൾ അവർ മനുഷ്യരാണ്, അവരെ പരിഗണിക്കണം, അവരെ വിവാഹം കഴിക്കണം എന്ന പുതിയ പാഠം പഠിപ്പിക്കാൻ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ഇനി അടുത്ത മറ്റൊരു വിവാഹത്തെ കുറിച്ച് പറയാം. നബിതങ്ങളുടെ കാരുണ്യം തന്നെയാണ് ഈ വിവാഹത്തെയും. അബൂ സുഫിയാന്റെ മകൾ, നേരത്തെ നമ്മൾ പ്രതിപാദിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വിശ്വാസിയായിട്ടില്ല കേട്ടോ. അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ. അബൂ സുഫിയാൻ കഠിന ശത്രു, ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. ബീവി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു. നിക്കപ്പുറതി ഇല്ലാതപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എത്യോപ്യയിലേക്ക് പറഞ്ഞയച്ചു. എത്യോപ്യയിലെത്തിയതിനു ശേഷം ഉമ്മു ഹബീബയുടെ ഭർത്താവ് റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് മതം ഉപേക്ഷിച്ചു. മതം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, ബീവി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ സമ്മർദ്ദപ്പെടുത്തി, നിങ്ങൾ ഇസ്ലാം വിട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കും. ആരുമില്ല, ബന്ധുക്കളില്ല, കുടുംബാംഗങ്ങളില്ല, നബിതങ്ങളില്ല. നബിതങ്ങൾ മദീനയിൽ, മക്കയില. ഇവരുള്ളത് എത്യോപ്യയില, മറ്റൊരു രാജ്യത്ത്, നജാഷിയുടെ രാജ്യത്ത്. അവിടെ സംരക്ഷണത്തിൽ കഴിയാണ്. അപ്പോ തനിച്ചായി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മതം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ചു. ഭർത്താവ് ഉപേക്ഷിച്ച ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നിസ്സംഗയായി, നിസ്സഹായയായി വീട്ടിനകത്ത് തനിച്ചിരുന്നു. അപ്പോൾ നജാഷി രാജാവിന്റെ ദൂതൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സമ്മതമുണ്ടെങ്കിൽ മക്കയിലുള്ള മുഹമ്മദ് നബി വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു, നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ സംരക്ഷിക്കുകയാണ്. എവിടുന്ന് അറിയോ? മക്കയിലുള്ള നബി എത്യോപ്യയിലുള്ള ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ നജാഷി രാജാവിന് കത്തയച്ചിട്ട്, ആ കത്തയച്ച അന്വേഷണം നടത്തിയിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നു. ഇനി ഉമ്മു ഹബീബ സുരക്ഷിതയായി റളിയല്ലാഹു അൻഹ. ഇതാണ് നബി തങ്ങളുടെ മൂന്നാമത്തെ വിവാഹമായിട്ട് വരുന്നത്. ഇനി ഒരു വിവാഹം കൂടി ഞാൻ പറയാം. അത് ജുവൈരിയ റളിയല്ലാഹു അൻഹയാണ്.
ജുവൈരിയ റളിയല്ലാഹു അൻഹയെ. ആ വിവാഹം നടക്കുന്നത് ഹന്തക്കിൽ പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ കുഫാറുകളെ തോൽപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും മദീനയിലേക്ക് വന്നിരിക്കുക. മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രതിരോധം തീർത്താണ് ഈ കിടങ്ങ് കുഴിച്ചത്. അങ്ങനെ കിടങ്ങ് കുഴിച്ച് പ്രതിരോധം തീർത്ത് പിറ്റേന്ന് കാറ്റും കോളും ഉണ്ടായി. അതിൽ കുടുങ്ങിപ്പോയ മക്കക്കാരെ അടിച്ചു തുരത്തി വിശ്വാസി സമൂഹം. ബൈനുക്കാഹ് എന്ന് പറയുന്ന മദീനയിലുള്ള ഗോത്രവും ഇതേപോലെ അവരുടെ കൂടെ ചേർന്നു, അവരെയും ഓടിച്ചു. അങ്ങനെ ഓടിച്ച ആ സമൂഹത്തെ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചു. ഹാരിസ് എന്ന് പറയുന്ന മദീനയുടെ പ്രാന്തങ്ങളിൽ താമസിച്ചിരുന്ന ഒരു ഗോത്ര പ്രമുഖന്റെ നേതൃത്വത്തിൽ. ഹാരിസ് നബിതങ്ങളുടെ ശത്രുവായിരുന്നു. അങ്ങനെ ഹാരിസുമായി നബിതങ്ങൾക്ക് ഒരു പ്രത്യേകം യുദ്ധം ചെയ്യേണ്ടി വന്നു, ഒരു സൈനിക നീക്കം നടത്തേണ്ടി വന്നു. അതിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയപ്പോൾ ഉപേക്ഷിച്ചു പോയതാണ് ആ ഹാരിസിന്റെ പുത്രിയായ ജുവൈരിയയെ റളിയല്ലാഹു അൻഹ. ഇസ്ലാം അല്ലാട്ടോ. അങ്ങനെ പിടിച്ചുകൊണ്ടൊന്ന് ബന്ദിയാക്കി. സ്വാഭാവികമായും ഈ ബന്ദി എന്ന് പറയുന്നത് കിട്ടുന്നവരുടെ യുദ്ധത്തിൽ കിട്ടുന്ന പൊതുമുതലാണ്. അത് ഓഹരി ചെയ്ത് കിട്ടിയത് വേറൊരു അടിമയ്ക്കാണ്, ഒരു വിശ്വാസിയായ അടിമയുടെ മുതലാണത്. ജുവൈരിയ ഈ അടിമയുടെ ബന്ദിയാക്കി തടവിലാണ്. അവരിതുവരെ യജമാനയായി ജീവിച്ചവരാണ്. പ്രമുഖ ഗോത്രത്തിലെ ഉന്നത ഗോത്രത്തലവന്റെ സീമന്തപുത്രിയായി വിരാജിച്ച ജുവൈരിയ റളിയല്ലാഹു അൻഹ അവര് ഇപ്പോൾ അടിമയാവുന്നു. അവർക്ക് വലിയ വിഷമമായി. അപ്പൊ അവർ ഈ അടിമയോട് ഇങ്ങനെ സംസാരത്തിൽ ഏർപ്പെട്ടു. എന്നെ നിങ്ങൾ മോചിപ്പിക്കൂ. മോചിപ്പിക്കാൻ എന്താണ് വേണ്ടത്? വലിയ ഇനാം ആവശ്യപ്പെട്ടു. മോചനദ്രവ്യമായിട്ട് ആവശ്യപ്പെട്ടത് കൊടുക്കാൻ കഴിയാത്ത, കയ്യിലൊന്നുമില്ല. അവർക്ക് ഇനി ജീവിതം അവസാനിപ്പിക്കലേ വഴിയുള്ളൂ എന്ന് തോന്നി. ഒടുവിൽ അവർക്കൊരു പ്രതീക്ഷ. നബിതങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരുണ്യത്തിന്റെ മഹാപർവമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒടുവിൽ നേരെ ചെന്നു നബിതങ്ങളുടെ അടുത്തേക്ക് എന്നപ്പോ നബിതങ്ങളും ആയിഷ ബീവിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാണ് കയറി വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, കയറിയിരിക്കൂ. ആരാണ്? ഞാൻ ജുവൈരിയ. എവിടുന്ന് വരുന്നു? ഞാൻ ഹാരിസിന്റെ പുത്രിയാണ്. ഞാൻ യുദ്ധത്തിൽ വെച്ച് തടവുള്ളിയാക്കി പിടിക്കപ്പെട്ടതാണ്. നബിയെ, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഇന്നുവരെ അടിമയായിരുന്നില്ല, ഞാൻ യജമാനയായിരുന്നു. അങ്ങനെ രാജകീയമായി ജീവിച്ച എനിക്ക് ഈ അടിമത്വം സഹിക്കാൻ കഴിയണില്ല. എന്റെ മനസ്സതിന് തീരെ പാകപ്പെടുന്നില്ല. എന്നെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയേ ഉള്ളൂ. അങ്ങ് വിചാരിക്കണം, അങ്ങ് കനിയണം. ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും പണമാണ്, അത് കൊടുക്കാൻ സ്വർണ്ണമാണ്, എന്റെ കയ്യിലില്ല. അങ്ങ് അത് എന്നെ ഒന്ന് മോചിപ്പിക്കണം എന്നാ. അപ്പൊ നബിതങ്ങൾ എത്രയാണ് പണം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത്രയാണ് പണം. നബിതങ്ങൾ തിരിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് ആരാണ് എന്താണ് എന്നൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം നബിതങ്ങൾ പറഞ്ഞു, ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് ഒരു നിർദ്ദേശം വെക്കുകയാണ്. ഞാൻ നിങ്ങളെ പണം കൊടുത്ത് മോചിപ്പിക്കാം. ഞാൻ അതിനേക്കാൾ മികച്ച മറ്റൊന്നുകൂടി ചെയ്യാം. ഞാൻ പണം കൊടുത്ത് മോചിപ്പിച്ച് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ കഴിയാം. ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഇതാണ് ചർച്ച. ഈ ചർച്ചയ്ക്കിടയിൽ ഹാരിസ് കയറി വന്നു. പിതാവ് കയ്യിൽ പണവുമായിട്ടാണ് വന്നത്, സമ്പത്തുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ജുവൈരിയെ, ഞാൻ പേടിച്ചാ വരുന്നത്. കക്ഷി ചില്ലറയൊന്നുമല്ല കുഴപ്പമുണ്ടാക്കിയത്. വലിയ ആൾനാശം ഉണ്ടാക്കുകയും ഇസ്ലാമിന് മദീനയിൽ വലിയ തലവേദന ഉണ്ടാക്കുകയും ചെയ്ത കക്ഷിയാണ്. അദ്ദേഹത്തിന് പേടിയുണ്ട്. അങ്ങനെ പേടിച്ച് ഭയന്ന് വിറച്ച് പാത്തു പതുങ്ങി നബി തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് ഹാരിസ് പറഞ്ഞു, ദാ എന്റെ അടുത്ത് ഒരുപാട് പിഴവുകൾ പറ്റിപ്പോയി. ഞാൻ ചെയ്തത് മുഴുവനും അവിവേകമാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എന്റെ മകൾ അവള് അടിമയാവുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. എത്ര ധനം വേണമെങ്കിലും തരാം, എനിക്ക് മോചിപ്പിക്കണം. ഞാൻ മോചനദ്രവ്യമായിട്ട് വന്നതാണ്. എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നബിതങ്ങൾ പറയാണ്, വിഷയം എന്റെ കോർട്ടിലല്ല, നിങ്ങളുടെ കോർട്ടിലല്ല, വിഷയം ജുവൈരിയയുടെ കോർട്ടിലാണ്. പരിഹാരം ഉണ്ടാക്കേണ്ടത് ജുവൈരിയയാണ്. ഞാൻ അവർക്കൊരു നല്ല നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏത് നിർദ്ദേശവും അവർക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ പണം തന്നിട്ട് അവർക്ക് മോചനം നേടാം. ഞാൻ പണം കൊടുത്ത് അവരെ മോചിപ്പിക്കാം. ഞാൻ പണം കൊടുത്ത് മോചിപ്പിച്ച് അവരെ ഞാൻ വിവാഹം കഴിക്കാം. ഇതാണ് ഓപ്ഷനല്ലോ. അവർക്ക് വിട്ടു. ജുവൈരിയ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എനിക്കിഷ്ടം അങ്ങയോടൊപ്പം കഴിയാനാണ്. അങ്ങനെ നബിതങ്ങളോടൊപ്പം കഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നബിതങ്ങൾ ജുവൈരിയ റളിയല്ലാഹു അൻഹാക്കുള്ള മോചനദ്രവ്യം കൊടുത്ത് അവരെ മോചിപ്പിച്ച് അവരെ വിവാഹം കഴിച്ചു. കഴിയണില്ല. നബിതങ്ങൾക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ ഗോത്രത്തിലെ പ്രമുഖരായ ഒരുപാട് പേർ സഹാബിമാരുടെ ബന്ദികളാണ്.
നബി തങ്ങൾ വിവാഹം കഴിച്ചതോടുകൂടി സ്വമേധയാ സ്വഹാബികൾ പ്രഖ്യാപിച്ചു, നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയായ ജുവൈരിയ റളിയല്ലാഹു അൻഹാ. ജുവൈരിയ റളിയല്ലാഹു അൻഹായുടെ നമ്മുടെ ഉമ്മായുടെ ബന്ധുക്കളെ നമ്മൾ എങ്ങനെ അടിമകളാക്കി വെക്കും? അവരെ മുഴുവൻ അവർ നിരുപാധികം മോചിപ്പിച്ചു, ഒരു മോചനദ്രവ്യവും വാങ്ങാതെ. അവരൊന്നടങ്കം രക്ഷപ്പെട്ടു. അവരൊന്നടങ്കം ഇസ്ലാമിലേക്ക് വരുന്ന അത്യത്ഭുതം പിന്നെ നമ്മൾ കണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം ഇങ്ങനെയായിരുന്നു. നബി തങ്ങളുടെ ജീവിതം മുഴുവനും ഇങ്ങനെയായിരുന്നു. എനിക്ക് അനുഭവിച്ചു വന്നിരിക്കുന്ന സമയം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ മുഴുവനും കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള പല 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 സന്ദർഭങ്ങളെയാണ്. ഓരോരുത്തരുടെയും മുമ്പിൽ അവരുടെ ഏത് പ്രശ്നങ്ങളാണോ അതെല്ലാം നബി തങ്ങൾ ഏറ്റെടുക്കും. വിശദീകരിച്ചാൽ നീണ്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയുന്നു, നബിയെ, എന്റെ ഉപ്പ മരിച്ചുപോയി നബിയെ. ജാബിർ റളിയല്ലാഹു അൻഹു, എന്റെ ഉപ്പ ധാരാളം കടം ബാക്കിയാക്കിയിട്ടാണ് മരിച്ചുപോയത്, രക്തസാക്ഷിയായതാണ് നബിയെ. എനിക്ക് സഹോദരിമാരുണ്ട് നബിയെ, ഞാൻ എങ്ങനെയാണ് എന്റെ കടം വീട്ടുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ കടം വീട്ടേണ്ടയാൾ. നബി തങ്ങൾ എല്ലാവരുടെയും ബാധ്യത ഏറ്റെടുക്കും. ജാബിർ റളിയല്ലാഹു അൻഹു അതറിയാം. ജാബിർ റളിയല്ലാഹു അൻഹു നേരെ നബി തങ്ങൾ എടുത്തു വന്നിട്ട് പരാതി, ഇങ്ങനെ ആവലാതി പറയും. നബി തങ്ങൾ പറയും, ജാബിറെ നേരെ വീട്ടിലേക്ക് വെക്കോ, ഞാൻ പിന്നാലെ വരാം. നീ ഒരു കാര്യം ചെയ്യണം, വീട്ടുമുറ്റത്തെ ഈത്തപ്പന മരം ഉണ്ട്, ഒരേ ഒരു ഈത്തപ്പന മരം. ആ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ പാകമായ ഈത്തപ്പന കുല അത് അടർത്തിയെടുത്തിട്ട് താഴെ വെക്കൂ എന്ന് പറഞ്ഞു. നബി തങ്ങൾ വീട്ടിലേക്ക് ചെന്നു. ജാബിർ റളിയല്ലാഹു അൻഹു അറിയാം, ആ ഒരു ഈത്തപ്പന കൊല കൊണ്ട് എന്റെ ബാധ്യത തീരൂല, എന്റെ കടം തീരൂല എന്ന്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം നബി തങ്ങൾ ഈ വിഷയം പരിഹരിക്കുമെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി, ഈത്തപ്പന മരത്തിന് മുകളിൽ കയറി പാകമായ ഒരു 1-2 കൊലകൾ പറിച്ച് താഴെ വെച്ചു. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് നബി തങ്ങൾ ആ ഈത്തപ്പഴം അതിങ്ങനെ കൂട്ടിയിട്ടു. ജാബിറിനോട് പറഞ്ഞു, ചെല്ലൂ നഗരത്തിലേക്ക്, മദീനയിലേക്ക്, എന്നിട്ട് കടക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തൂ എന്ന് പറഞ്ഞു. കടക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു ജാബിർ റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അളവ് പാത്രം എടുത്തിട്ട് അളന്നളന്ന് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ ഇത്തിരി പോന്ന ഈത്തപ്പഴക്കുനയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാർമ്മികത്വത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു എല്ലാ ബാധ്യസ്ഥരെയും എല്ലാ കടക്കാരെയും അളന്ന് വീട്ടി കടം തീർത്തു. ബാക്കിയായി ഒരു കുന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനോട് പറഞ്ഞു, ജാബിർ അതെടുത്ത് അകത്തേക്ക് വെച്ചോളൂ, അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ബാധ്യതകൾ, പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു. ഓരോരുത്തരുടെയും ഓരോരോ പ്രശ്നങ്ങൾ. മുആദ് റളിയല്ലാഹു അൻഹു കടം കൊണ്ട് വലഞ്ഞയാളാണ്. മുആദ് റളിയല്ലാഹു അൻഹു വേണ്ടി നബി തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കടക്കാരെ മുഴുവൻ കണ്ടിട്ട് കടം വേണോ, അല്ലെങ്കിൽ അത് മുആദിന് നിങ്ങൾ വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞു. ഒട്ടുമിക്ക പേരും വിട്ടുകൊടുത്തു. ബാക്കിയുള്ളവരൊക്കെ നബി തങ്ങൾ ഇങ്ങനെ കൊടുത്തും പരിഹരിച്ചു. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കടം വീട്ടി. ഇങ്ങനെ ഓരോരുത്തരുടെയും എന്ത് തരത്തിൽ, ഏത് തരത്തിലുള്ള പ്രശ്നമാവട്ടെ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. പേർഷ്യയിൽ നിന്ന് ക്രിസ്ത്യാനിയായി പിന്നെ മതം പഠിച്ച് ഇങ്ങനെ വരികയാണ് അദ്ദേഹം മദീനയിലേക്ക്. ഒരു ക്രിസ്തീയ പുരോഹിതന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു വിവരമാണ്, മക്കയിൽ ഒരു പുതിയ പ്രവാചകൻ വരും, അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യും, ആ പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ. ഈ വിവരം കേട്ട് ആ അന്ത്യപ്രവാചകനെ തേടി വന്നതാ കാലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ മദീനയിൽ, പേർഷ്യയിൽ നിന്ന് വന്ന് മദീനയിൽ അടിമയാക്കപ്പെട്ട് ഒരു ജൂതന്റെ അടിമയായി തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അറിയണത്, മേലെ ഈത്തപ്പഴന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഈത്തമരം പൂത്ത സമയത്ത്, പരാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, താഴെ നിന്ന് യജമാൻ ജൂതനും മറ്റൊരാളും തമ്മിൽ ഇങ്ങനെ കുശലം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുകയാണ്, മദീനയിൽ പ്രവാചകൻ വന്നിരിക്കുന്ന പോലും. അതിങ്ങനെ സാബൂതം കേട്ടിട്ട് താഴേക്ക് വിളിച്ചു ചോദിച്ചു, ആരാണ് വന്നത്, എന്താണ് വന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷണം, നീ നിന്റെ പണിയെടുത്തോ എന്ന് ജൂതൻ പറഞ്ഞു. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ പാത്ത് പതുങ്ങി മദീനയിലേക്ക് വെച്ച് പിടിച്ചു. മദീനയിൽ ചെന്നു, വിശ്വാസിയായി, നബിതങ്ങളെ ഇഷ്ടപ്പെട്ടു, അടയാളങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. പിന്നെ രാത്രിയിൽ ആരും അറിയാതെ നിത്യവും ഇങ്ങനെ സന്ദർശിക്കും. അങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കൂടി. നബിതങ്ങളുടെ ചുറ്റും നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ഇനി സൽമാൻ നബിയുടെ അടുത്തുനിന്ന് പോവാൻ വയ്യ. രാത്രി കാലങ്ങളിൽ മാത്രമാണ് നബിതങ്ങളുടെ കൂടെയുള്ളത്. ഒടുവിൽ ഒരു അപേക്ഷ വെച്ചു, നബിയെ, എനിക്കൊന്ന് രക്ഷപ്പെടണം നബിയെ. നബിതങ്ങൾ പറഞ്ഞു, നീ ജൂതൻ, നിന്റെ യജമാനനോട് പോയി ചോദിക്കൂ, നിന്റെ അടിമത്വത്തിന്റെ വില എത്രയാണെന്ന്.
സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജൂതന്റെ യജമാന്റെ അടുത്ത് വന്നു. യജമാനോട് ചോദിച്ചു, എന്നെ മോചിപ്പിക്കാമോ എന്ന് ചോദിച്ചു. വായയിൽ കൊള്ളാത്ത വില പറഞ്ഞു ജൂതൻ. ഏറ്റവും സമൃദ്ധമായി വളരുന്ന ഈത്തപ്പനത്തോട്ടം വേണം. 400 ഈത്തപ്പനാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. സമൃദ്ധമായി വിളയുന്ന 400 ഈത്തമരം വേണം. പിന്നെ 40 ഊക്കിയ സ്വർണം വേണം. എന്നാൽ നിനക്ക് ഞാൻ മോചനം തരാം. സങ്കടപ്പെട്ടു. ഒരിക്കലും സാധ്യമല്ല. തന്റെ മോചനം അസാധ്യമാണെന്ന് തീർപ്പായി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പിന്നെ നബിയെ ചെന്ന് കണ്ടു. നബി തങ്ങൾ ചോദിച്ചു സൽമാനോട്, സൽമാൻ എന്താണ് അവസ്ഥ, എന്താ നിന്റെ യജമാനൻ പറഞ്ഞത്? നബിയെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നബിയെ. നബി തങ്ങൾ ഉടനെ പ്രഖ്യാപിച്ചു, സൽമാൻ അൽ ഫാരിസിയുടെ മോചനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഓരോ തൈ കൊണ്ടുവരണം, ഓരോ ഈത്തപ്പന തൈ കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും ഈത്തപ്പന തൈയുമായി വന്നു. കയ്യിലുള്ളത് ദാനം ചെയ്യാൻ പറഞ്ഞു. കയ്യിലുള്ളതൊക്കെ കുറച്ച് ദാനം ചെയ്തു. ബാക്കി നബി തങ്ങൾ കൂട്ടി. ബാക്കി കൂട്ടിയ ഈ സ്വർണ്ണ നാണയം, പിന്നെ 400 ഈത്തപ്പന തൈ. ഈത്തപ്പന തൈ പോരാ, സമൃദ്ധമായി കാഴ്ച നിൽക്കുന്ന ഈത്തപ്പന തോട്ടം വേണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരോടൊപ്പം പിന്നെ കൃഷിയിടത്തിലേക്ക് ചെന്നു. ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കൃഷിയിടത്തിൽ 400 തൈ നടാനുള്ള കുഴികൾ സഹാബിമാർ ശ്രമദാനത്തിലൂടെ ഉണ്ടാക്കി നബി തങ്ങളുടെ നേതൃത്വത്തിൽ. എന്നിട്ട് ഈ കൊണ്ടുവന്ന തൈ മുഴുവനും അവർ നട്ടുപിടിപ്പിച്ചു. 400 തൈകൾ. പിറ്റേ പ്രഭാതത്തിൽ അത് സമൃദ്ധമായി വളർന്ന് അതിൽ സമൃദ്ധമായി കാഴ്ചു. ജൂതനെ വിളിച്ചുകൊണ്ടുവന്ന് ഈ സ്വർണവും ഈ ഈത്തപ്പനത്തോട്ടവും കൈമാറി. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഈ അടിമത്വത്തിൽ നിന്ന് മോചിതരായവരുടെ പേരാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ തർക്കമായി. സൽമാൻ ഞങ്ങളുടെ ആളാണ്, അദ്ദേഹം മദീനക്കാരനല്ല, അദ്ദേഹം പുറപ്പെട്ടു വന്നവരാണ്, അതുകൊണ്ട് സൽമാൻ ഞങ്ങളുടെ ആളാണെന്ന് മുഹാജിറുകൾ. അൻസാരികൾ, അദ്ദേഹം മക്കയിൽ നിന്ന് വന്നതല്ല, അദ്ദേഹം നബി തങ്ങൾ വരുന്നതിന് മുമ്പ് മദീനയിൽ കാത്തു നിൽക്കുന്നയാളാണ്, അദ്ദേഹം അൻസാരിയാണ്. മുഹാജിർ, അൻസാരി, ആരോഗ്യകരമായ സൗന്ദര്യാത്മകമായ മത്സരം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽമാൻ മുഹാജിർ അല്ല, സൽമാൻ അൻസാർ അല്ല, സൽമാൻ എന്റെ ആളാണ്. ആളില്ലാത്തയാൾക്ക് ആളാവുകയാണ് നബി തങ്ങൾ. യജമാനനില്ലാത്തവർക്ക്, പിന്തുണയില്ലാത്തവർക്ക്, വേരറ്റുപോയവർക്ക്, നാട് നഷ്ടപ്പെട്ടവർക്ക്, കൂടില്ലാത്തവർക്ക് കൂടാവുകയാണ് നബി തങ്ങൾ. ഇങ്ങനെ എത്ര 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 സന്ദർഭങ്ങൾ. അതായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മക്കയിൽ നിന്ന് മദീനയിൽ വന്നവർ ഒരിക്കൽ പോലും അഭയാർത്ഥികളായില്ല. എന്തുകൊണ്ട്? അഭയാർത്ഥികളെ സൃഷ്ടിക്കലല്ല മതം, അഭയാർത്ഥികളെ ഇല്ലാണ്ടയാക്കലാണ് മതം. ഒന്നുമില്ലാണ്ട് കയറി വന്നവരാണല്ലോ മക്കയിലെ മുഹാജിറുകൾ. അവരുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനായി കിട്ടിയത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ആണ്. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനായി കിട്ടിയത് അൻസാരിയായ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ബദറിലെ മക്കയിലെ ഹംസ റളിയല്ലാഹു അൻഹു അല്ല കേട്ടോ, പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു അല്ല, ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഇദ്ദേഹം എന്റെ സംഘബന്ധു അല്ല, എന്റെ കുടുംബ ബന്ധുവാണ്, എന്റെ രക്തബന്ധുവാണ്, എന്റെ സ്വത്തിന്റെ പാതി ഞാൻ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുന്നു. എന്റെ സ്വത്തിന്റെ പാതി മാത്രമല്ല, എന്റെ കാലശേഷം എന്റെ സ്വത്തിന്റെ പൂർണ്ണാവകാശി ഉസാമത്ത് ബിൻ സെയ്ദാണ്. അടിമയാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. ഈ ഉസാമത്ത് ബിൻ സെയ്ദിന് വേറെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യം എന്തായിരുന്നു? നബി തങ്ങൾ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് എന്റെ ആളാണ്. അടിമയായ ഉസാമത്ത് ബിൻ സെയ്ദിനെ തേടി സെയ്ദ് ബിൻ ഹാരിസയെ തേടി, സോറി കേട്ടോ ഞാൻ പറഞ്ഞത് ഉസാമത്ത് ബിൻ സെയ്ദ് എന്നാണ്, സെയ്ദ് ബിൻ ഹാരിസയെ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞ് പിതാവ് വന്നപ്പോൾ ആ പിതാവ് വില കൊടുത്തിട്ട് മോചിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നേരത്തെ ജുബൈരിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ നബി തങ്ങൾ പറഞ്ഞു, അത് ഞാൻ സെയ്ദ് ബിൻ ഹാരിസയ്ക്ക് സെയ്ദിന് വിട്ടു. സെയ്ദ് പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെയാണ്, നബി തങ്ങളുടെ കൂടെയാണ്. ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വലിയ സ്നേഹമുള്ള ഉമ്മയാണ് നബി തങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞ് ഒട്ടിയ ഈ സെയ്ദ് ബിൻ ഹാരിസയ്ക്കാണ് ഇത് കൊടുക്കുന്നത് മുഴുവൻ. നബി തങ്ങൾ പ്രഖ്യാപിച്ചത് സെയ്ദ് ഇനി അടിമയല്ല, സെയ്ദ് ഇനി എന്റെ അവകാശിയാണ്. ഈ അടിമയായ സെയ്ദ് ബിൻ ഹാരിസയ്ക്ക് മുന്തിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ അടിമത്വത്തിന്റെ ചങ്ങല അങ്ങോട്ട് പൊട്ടിച്ച് പ്രഖ്യാപിക്കും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സെയ്ദ് ബിൻ ഹാരിസയ്ക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹു
ഇങ്ങനെ പാതി, ബാക്കി കാലശേഷം മുഴുവനും. സയ്യിദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ റബിയ റളിയല്ലാഹുവിന്റെ കൂടെ പോവാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ആരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് നിങ്ങൾക്കറിയാം? ബഹുകേമന, ധനാഢ്യന, കുലപ്രമുഖന, കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ലാതെ ഇങ്ങനെ വരികയാണ്. പോരുന്ന വഴിയിൽ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനോട്, നിങ്ങൾ എങ്ങനെയായിരുന്നു നേരത്തെ മക്കയിൽ കഴിഞ്ഞത്? എന്തായിരുന്നു മക്കയിലെ വിശേഷം? മക്കയിലെ ഈ പ്രഭു ജീവിതം, അതിന്റെ കാര്യകാരണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിചാരിക്കുകയാണ്, റബ്ബേ ഇവരൊക്കെ സർവ്വതും കൊടുത്തല്ലോ, ഇനി ഒന്നുമില്ലാണ്ട്, കയ്യിലൊന്നുമില്ല, ഭാര്യയില്ല, കുടുംബമില്ല, സ്വത്തില്ല, സർവ്വതും ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. ഞാൻ എന്താ കൊടുക്കുക? ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ സ്വത്തിന്റെ പാതി, എന്റെ തോട്ടത്തിന്റെ പാതി, ഇനി എന്റെ വീടിന്റെ പാതി, പിന്നെ എന്റെ ഭാര്യമാരിലെ പാതി. ഭാര്യമാരിൽ ആരെ കൊടുക്കണം? രണ്ടുപേരും സുന്ദരികളാണ്, രണ്ടുപേരും സ്വഭാവ വിശേഷത്തിൽ ഏറ്റവും ഉന്നത സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. ആരെ കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു ആശങ്ക, ആരെയാണ് കൊടുക്കുന്നത്? മുന്തിയത് കൊടുക്കണമല്ലോ. അവ ഒടുവിൽ തീർപ്പിലെത്തി. ഇതിൽ തീർപ്പ് ഏൽപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്നെയാണ്, ഞാനല്ല. ഞാൻ അവരുടെ മുമ്പിൽ കൊണ്ടുവരും, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയും, ഞാൻ ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചത്. അദ്ദേഹം പറയും, നിങ്ങളുടെ ഈ സ്നേഹ നിർഭരമായ തീരുമാനത്തിന് നന്ദി, പക്ഷെ എനിക്കത് വേണ്ട. എനിക്ക് നിങ്ങൾ ഒരൽപ്പം പണം തരൂ, കടമായി. എനിക്ക് നിങ്ങൾ ചന്ത കാണിച്ചു തരൂ, മാർക്കറ്റ് കാണിച്ചു തരൂ. എനിക്ക് ഈ പണം കൊണ്ട് കച്ചവടം ചെയ്ത് സമ്പന്നനാവാൻ എനിക്കറിയാം. കണ്ടോ നിങ്ങൾ? ഒന്നുമില്ലാണ്ട വന്ന, കൈവീശി വന്ന മക്കയിലെ മുഹാജിറുകൾ പിന്നെ ആരായി എന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ആരായി? രണ്ടാം തരം മനുഷ്യരായി മദീനയിൽ കഴിഞ്ഞു. ആരാലും സ്വീകാര്യരല്ലാതെ തലകുനിച്ച് ജീവിക്കേണ്ടി വന്നു. അല്ല. പിന്നെ എന്തായത്? നബി തങ്ങൾക്ക് ശേഷം മദീനയിൽ ഒരു പുതിയ ഭരണാധികാരി ഉണ്ടായി. ഭരണാധികാരി മദീനക്കാരനല്ല, അൻസാരിയല്ല, പിന്നെ ആരാണ്? മുഹാജിറാണ്. മക്ക നാട് കടത്തിയതാണ്, മദീന സ്വീകരിച്ചതാണ്. ആ മദീന സ്വീകരിച്ച, അവിടെ നിങ്ങട്ട് കടന്നു വന്ന, ദേശം മാറി സഞ്ചരിച്ച അന്യദേശത്തുകാരനായ ഒരാൾ അവരെ ഭരിക്കാൻ ഭരണാധികാരിയാവുന്നു. ഒന്നാമനല്ല, രണ്ടാമനും മൂന്നാമനും നാലാമനും. ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ ത്വാലിബ്, എല്ലാവരും മുഹാജിറുകൾ. എന്തെങ്കിലും പഴി പറഞ്ഞോ, പരാതി പറഞ്ഞോ, ആക്ഷേപം ഉണ്ടായോ? അവരൊന്നായി. അവർ രണ്ടല്ല. മുഹാജിർ, അൻസാർ അവർ രണ്ടല്ല, അവരൊന്നായി. ഇസ്ലാമിന്റെ സംഘബന്ധുത്വം രക്തബന്ധുത്വത്തെക്കാൾ ഗാഢമായി. ചരിത്രത്തിൽ നമുക്കിതിന് സമാനതകളില്ല, തുല്യതകളില്ല. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകത്തേക്കുള്ള ഈ മണ്ണിലേക്കുള്ള ഈ പ്രപഞ്ചത്തിലേക്കുള്ള അണമുറിയാത്ത പ്രവാഹമാണ്. ഇതാണോ നബിതങ്ങൾ? അല്ല. നമ്മൾ കണ്ട കരുണയാണോ നബിതങ്ങളുടെ കരുണ? അല്ല. ഇനിയും നമ്മൾ അറിയാതെ പോയ, നമ്മൾ പറയാതെ പോയ കരുണ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറയാണ്, നബിയെ, അങ്ങെനിക്ക് വേണ്ടി ഞാൻ ചെയ്തു പോയ പാപങ്ങൾ അത് പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി, എന്നിട്ട് ദുആ ചെയ്തു. എന്നിട്ട് ആയിഷ ബീവിയോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ആയിഷ, നിനക്ക് സമാധാനമായോ? അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു. നിനക്ക് സമാധാനമായോ? തൃപ്തിയായോ? ആയിഷ ബീവി പറഞ്ഞു, നബിയേ, എനിക്ക് തൃപ്തിയായി. നീ ചെയ്ത പാപം മാത്രമല്ല, നിന്റെ ജീവിതം മുഴുക്കെ ശുദ്ധമാവാൻ വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്തത്. നിനക്ക് തൃപ്തിയായോ ആയിഷ? എനിക്ക് തൃപ്തിയായി ആയിഷ. എന്നാൽ നബി തങ്ങൾ ചേർത്ത് പറയാണ്, ആയിഷ, ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല ദുആ ചെയ്തത്. ഇന്നുവരെ വിശ്വസിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും സർവമാന പാപങ്ങളും പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്തത്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി ജനിക്കാനിരിക്കുന്ന മുഴുവൻ വിശ്വാസികളുടെയും പാപ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും കാണാത്ത, നമ്മൾ തിരിച്ച് അങ്ങോട്ട് കാണാത്ത ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളുടെ കരുണ നമ്മുടെ മുഴുവൻ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്ന് പറയുകയും അവസാന ഘട്ടം വരെയും അത് തന്നെ ആവർത്തിച്ച് എൻ്റെ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും
ഒരു തവണ സുജൂദിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് തല ഉയർത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, 1/3 മുഴുവൻ മനുഷ്യ സഞ്ചയത്തിന്റെയും വിശ്വാസി സഞ്ചയത്തിന്റെയും 1/3 ഭാഗത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി എന്റെ റബ്ബ് എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ തല ഉയർത്തിയത്. അവസാനിപ്പിച്ചില്ല. രണ്ടാമത് വീണ്ടും സുജൂദിലേക്ക് പോയി. എന്നിട്ട് പിന്നെയും കരഞ്ഞ് ദുആ ചെയ്തു. എന്നിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, 2/3 എനിക്ക് അനുമതി കിട്ടി. വീണ്ടും സുജൂദിലേക്ക് പോയി. എന്നിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, പൂർണ്ണവും 3/3 ഭാഗത്തിനും ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി എന്റെ റബ്ബ് എനിക്ക് തന്നതിന് ശേഷമാണ് ഞാൻ തല ഉയർത്തിയത്. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച, നമുക്ക് മുഴുവനും കരുണയുടെ മഹാവൃക്ഷമായി തണലിട്ട് തന്ന ഒരു മഹോന്നതരായ പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ഇതൊരു കാരണമാവട്ടെ. മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒരു മാത്രയെങ്കിലും ഒന്ന് കാണാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകുമാറാവട്ടെ. അതിന് പാകപ്പെടുന്ന ശരീരവും മനസ്സും സ്വഭാവവും ആകാരവും ആന്തരമായ വിശുദ്ധിയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.